ലത്തീൻ കത്തോലിക്കരെ സംബന്ധിച്ച് പറയുമ്പോൾ ചില ആകുലതകളുണ്ട്. ഈ 67 വർഷക്കാലം മാറി മാറി ഭരിച്ച കോൺഗ്രസിൻ്റെയും അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരുടെയും ഒക്കെ ഭരണം ജനങ്ങളിൽ ഒരു അവമതിപ്പുണ്ടാക്കിയിട്ടുണ്ട്. എല്ലാ മേഖലയിലും സമഗ്രമായ ഒരു വികസനം, അതാണ് നമ്മൾ സ്വപ്നം കാണുന്നത്. നമ്മൾ നിസ്സഹായരാണെന്നൊരു ചിന്ത, നമ്മൾ ഒറ്റപ്പെടുന്നു എന്നൊരു ചിന്ത, നമ്മളെല്ലാ സ്ഥലത്തും ആക്രമിക്കപ്പെടുന്നൊരു ചിന്ത വ്യാപകമാണ്. ജനങ്ങൾ എപ്പോഴും സങ്കടത്തിലാണ്. എപ്പോഴാണ് കടൽ കയറാന്ന് അറിഞ്ഞുകൂടാ. നമ്മുടെ രാജ്യം മാത്രം, ഈ ജനാധിപത്യ രാജ്യം ഇങ്ങനെ നശിച്ചു കിടക്കുന്നത് എന്തുകൊണ്ടാണ്? ഇനിയുള്ള കാര്യം ഇതാണ്, ജനങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നതെന്ന ചിന്തയുണ്ടെങ്കിൽ മാത്രമേ ജനങ്ങൾ അതിൻ്റെ കൂടെ നിൽക്കുള്ളൂ. അപ്പോൾ എന്ത് വികസന പ്രവർത്തനം നടത്തിയാലും ആ ബ്ലോക്ക് ചെയ്യുന്നൊരു സമീപനയുടെ ഭാഗത്തുണ്ട്. പഞ്ചായത്ത് കിട്ടിയിട്ട് പോലും ബേസിക്കായിട്ട് നമ്മൾ നോക്കേണ്ടത് ആരെയും പുറത്താക്കാൻ വേണ്ടിയല്ല, എല്ലാവരെയും എങ്ങനെ ചേർത്ത് പിടിക്കാൻ പറ്റുന്നതാണ്. ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പും നിയമസഭ തെരഞ്ഞെടുപ്പും ലോക്സഭ തെരഞ്ഞെടുപ്പും അത് മാറ്റങ്ങളുണ്ട്. ജനം അത് മാറി ചിന്തിച്ച് തന്നെ വോട്ട് ചെയ്യുള്ളൂ. ഒരു പാർട്ടിയുടെയും അടിമയായിട്ട് നമ്മുടെ യുവജനങ്ങൾ ബുദ്ധിയെ ഏതെങ്കിലും പാർട്ടിക്ക് അടിയറ വെച്ച് അതിൻ്റെ ഒരു അടിമത്തത്തിൽ ജീവിക്കരുത്. അങ്ങനെ ജീവിച്ചാൽ തന്നെ ഈ ജനാധിപത്യം തകർന്നു പോകും. ഏതെങ്കിലും മതത്തെ പ്രീണിപ്പിക്കാൻ വേണ്ടിയിട്ട് മറ്റു മതങ്ങളെ അടിച്ചൊതുക്കുന്ന നയങ്ങളോട് വെറുപ്പിൻ്റെ രാഷ്ട്രീയത്തോട് നമുക്ക് സന്ധി ചെയ്യാൻ പറ്റില്ല. സ്വന്തം സുരക്ഷ, ഞാനൊരു ക്രിസ്ത്യാനി ആയതുകൊണ്ട് എനിക്ക് എൻ്റെ ഭാവി എന്തെന്നുള്ള ആശങ്ക വളരാണ്. ആന കുത്തി മരിച്ച വീട്ടിൽ കൊണ്ടുപോയി 10 ലക്ഷം രൂപ കൊടുത്ത നഷ്ടപ്പെട്ട അവൻ്റെ പിതാവിനെയോ മാതാവിനെയോ സഹോദരനെയോ സഹോദരിയോ തിരിച്ചു കിട്ടില്ല. സമാധാനം സ്ഥാപിക്കുന്ന ഒരു ഗവൺമെൻറ് വരണമെന്നാണ് ആഗ്രഹിക്കുന്നത്. തെരഞ്ഞെടുപ്പിലെ ക്രൈസ്തവ ശബ്ദത്തിൽ ഇന്ന് നമ്മളോടൊപ്പം ചേരുന്നത് ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിലെ 2020 സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ശ്രീ ചാർലി പോൾ സാറാണ്. സാർ നമസ്കാരം. തെരഞ്ഞെടുപ്പിൻ്റെ പര്യടനമൊക്കെ എവിടം വരെ? തെരഞ്ഞെടുപ്പിൻ്റെ പര്യടനം 2ാം വട്ടമാണ്. ആദ്യ വട്ടം 7 നിയോജകമണ്ഡലത്തിലും റോഡ് ഷോ ആയിട്ട് പോയി. 2ാം വട്ടം ഓരോ നിയോജകമണ്ഡലത്തിലും 3 ദിവസം വീതമാണ്. അതിൻ്റെ അവസാനത്തെ നിയോജകമണ്ഡലമായിട്ടാണ് നമ്മൾ കുന്നത്തുനാട് എടുത്തിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ 2ാം ദിവസമാണ്. ഒരു ദിവസം കൂടി കുന്നത്തുനാട് നിയോജകമണ്ഡലത്തിൽ പര്യടനം നമ്മൾ നടത്തും. പോകുന്ന കാര്യങ്ങൾ ഈ ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിൽ 2020 ആദ്യമായിട്ടാണ് മത്സരത്തിന് ഇറങ്ങുന്നത്. കഴിഞ്ഞ വർഷങ്ങളിലായിട്ട് ഇടതിനും വലതിനും മാറി മാറി പരീക്ഷിച്ച ഒരു മണ്ഡലമാണ് ചാലക്കുടി മണ്ഡലം. ഈ ഒരു ആദ്യമായിട്ട് ഇറങ്ങുമ്പോൾ എങ്ങനെയാണ് ജനങ്ങളുടെ, ഇവിടുത്തെ മണ്ഡലത്തിലെ മൊത്തത്തിലുള്ള ജനങ്ങളുടെ പ്രതികരണം എന്താണ്? ജനങ്ങൾ വളരെ അനുകൂലമായി പ്രതികരിക്കുന്നത്. കാരണം ഈ 67 വർഷക്കാലം മാറി മാറി ഭരിച്ച കോൺഗ്രസിൻ്റെയും അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരുടെയും ഒക്കെ ഭരണം ജനങ്ങളിൽ ഒരു അവമതിപ്പുണ്ടാക്കിയിട്ടുണ്ട്. അല്ലെങ്കിൽ അവരുദ്ദേശിച്ച രീതിയിലേക്കുള്ള ഗുണഫലങ്ങളൊന്നും ഒരു മനുഷ്യനിൽ സംലഭ്യമാക്കിയിട്ടില്ല. ഇതുവരെ ഒരു ബദൽ ഓപ്ഷൻ എന്ന് പറയാൻ ആളുടെ മുമ്പിൽ ഉണ്ടായിരുന്നില്ല. ഒന്നേ കമ്മ്യൂണിസ്റ്റുകാരൻ അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരൻ എന്നുള്ളതായിരുന്നു. ഇപ്പോഴാണ് അവർക്ക് ഒരു ജനപക്ഷ സമീപനമുള്ള ഒരു സംയുക്ത രാഷ്ട്രീയത്തിൻ്റെ ആൾ മത്സരിക്കുന്നുള്ള കാഴ്ചപ്പാടുള്ളത്. ഇപ്പോൾ നമ്മൾ കിഴക്കമ്പലത്താണ് രൂപം കൊള്ളുന്നത്. പാവപ്പെട്ട ജനങ്ങളെ സഹായിച്ചുകൊണ്ട് ഉദയം ചെയ്ത ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. നമ്മുടെ പ്രത്യയശാസ്ത്രം വളരെ ലളിതമാണ്. നാടിൻ്റെ വികസനം, ജനങ്ങളുടെ ക്ഷേമം, അതിലൂന്നിയിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് 2020. നമ്മൾ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അപ്രകാരം തന്നെയാണ്. ഇപ്പോൾ നമ്മൾ കിഴക്കമ്പലത്താണെങ്കിൽ ആരംഭിക്കുന്ന പ്രസ്ഥാനം, ഇവിടെ നമ്മൾ ഈ നാടിൻ്റെ പ്രശ്നം പഠിച്ചുകൊണ്ടാണ് ഇത് ആരംഭിക്കുന്നത്. ഓരോ വീടുകളിലും നമ്മൾ ചെന്ന്, ഇപ്പോൾ 8000-ഓളം ഭവനങ്ങൾ ഈ കിഴക്കമ്പലത്തുണ്ടായിരുന്നു. അവിടുത്തെ MSW-കാരായ 4-5 പേര് സർവേ നടത്തി ഓരോ വീടിൻ്റെ അവസ്ഥകൾ കണ്ടെത്തി. അപ്പോൾ ആദ്യം ആരംഭിക്കുമ്പോൾ പൊളിറ്റിക്കൽ പ്രസ്ഥാനമായിട്ടല്ല ആരംഭിച്ചത്, ഈ നാട് നന്നാക്കണമെന്നുള്ള കാഴ്ചപ്പാടോടുകൂടി 2020 കോൺഗ്രസ്സുകാരെയും കമ്മ്യൂണിസ്റ്റുകാരെയും എല്ലാ സമുദായക്കാരെയും വിളിച്ചുകൂട്ടിയാണ് ആരംഭിച്ചത്. അതിൻ്റെ ചിത്രങ്ങളൊക്കെ ഇവരെടുത്തൊക്കെ പ്രദർശിപ്പിച്ചു. അപ്പോൾ പരിതാപകരമായ അവസ്ഥയാണ് കിഴക്കമ്പലത്തുള്ളത്. 282 വീടുകൾക്ക് മേൽക്കൂര പോലും ഉണ്ടായിരുന്നില്ല. ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് വിരിച്ച വീടുകളാണ് പലതും. പല വീട്ടിലും കക്കൂസില്ല. ആടും കോഴിയും താറാവും മനുഷ്യനൊക്കെ ഒരുമിച്ച് ജീവിക്കുന്ന പശ്ചാത്തലം. പല വീടുകളിലും എല്ലാ നേരവും ഭക്ഷണമില്ല. അപ്പോൾ വളരെ പരിതാപകരമായ സ്ഥിതിയാണ്. അപ്പോൾ അങ്ങനെ ഈ നാടിനൊരു മാറ്റം വരുത്തണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടുള്ള പ്രവർത്തനം മുന്നോട്ട് പോകുമ്പോൾ
കോൺഗ്രസ്സുകാരനും കമ്മ്യൂണിസ്റ്റുകാരനും ഒക്കെ അങ്ങോട്ട് പോയി. അതിനുശേഷം നമ്മൾ ഈ കോളനികളെടുത്ത് പരിശോധിക്കുക. കോളനി എടുത്ത് കഴിയുമ്പോൾ ഒരു കോളനിയിൽ ഒരു ടാപ്പേ ഉള്ളൂ. ആ ടാപ്പിൽ നിന്നായി 40ഓളം കുടുംബങ്ങളൊക്കെ വെള്ളമെടുക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ എത്രയോ ശോചനീയമാണെന്ന് കണ്ടുകൊണ്ട് നമ്മൾ ആ കോളനിയിൽ നമ്മൾ കുഴൽക്കിണർ കുഴിച്ച് എല്ലാ വീടുകളിലേക്കും നമ്മൾ വെള്ളം കൊടുക്കുക. രണ്ടാമത്തെ കോളനിയിലും കൊടുത്തു, മൂന്നാമത്തെ കോളനിയിലും കൊടുത്തോടുകൂടി ഈ ജനങ്ങൾ നമ്മൾ 2020 നിൽക്കുന്നു എന്ന് കണ്ട് ഈ പഞ്ചായത്ത് അധികൃതർ സ്റ്റോപ്പ് മെമ്മോ ഒക്കെ ഉണ്ടായത്. അപ്പോൾ ഈ നാട്ടിലെ ജനത്തിന് അഭിവൃദ്ധി കൈവരിക്കുന്ന സമീപനമായി മുന്നോട്ട് പോകുമ്പോൾ പരമ്പരാഗത രാഷ്ട്രീയക്കാർ പാര വയ്ക്കുന്ന സമീപനമായിരുന്നു. രണ്ടാമത് ഏത് പ്രവർത്തനങ്ങൾ നടത്തുമ്പോഴും ജനങ്ങൾക്കത് ഉപകാരപ്പെടുന്നു എന്ന് കാണുമ്പോൾ അവർ സ്റ്റോപ്പ് മെമ്മോ ചെയ്യും. രണ്ടാമത് നമ്മളുടെയൊക്കെ വീടുകളുള്ള പോലെ തന്നെ മിക്സിയും ഗ്രൈൻഡറും ടി വിയും ഒക്കെ ഓരോ വീട്ടിലും ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് കിഴക്കമ്പലത്ത് നമ്മൾ വലിയൊരു ഷോപ്പിംഗ് ഉത്സവം നടത്തി. 3-ാം ദിവസം അവരത് ബ്ലോക്ക് ചെയ്തു, സ്റ്റോപ്പ് മെമ്മോ കൊടുത്തു. എന്നിട്ട് ഹൈക്കോടതി പോയാണ് നമ്മൾ അതിൻ്റെ ഉത്തരവ് മാറ്റി മേടിച്ചത്. അന്ന് അവിടെ വെച്ച് ഈ സ്റ്റോപ്പ് മെമ്മോ ഒട്ടിക്കുമ്പോൾ അവിടെ 4000-ഓളം പേര് ഷോപ്പിനകത്തുണ്ടായിരുന്നു. അപ്പോൾ അവരെല്ലാം കൂടി തീരുമാനിക്കുകയാണ്, ഈ അധികാരമില്ലാത്തതുകൊണ്ടാണല്ലോ ഈ ജനസേവനത്തിന് ഒരു ബ്ലോക്ക് സൃഷ്ടിക്കുന്നത്, അതുകൊണ്ട് അധികാരം പിടിക്കുക എങ്കിൽ മാത്രമേ ജനങ്ങളെ സേവിക്കാൻ പറ്റുന്നുള്ള കാഴ്ചപ്പാട് നമുക്ക് തോന്നി. അന്ന് ഉത്ഭവം കൊണ്ടതാണ് 2010 രാഷ്ട്രീയ പ്രസ്ഥാനം. പിന്നീട് ഇങ്ങോട്ട് ഏത് പ്രവർത്തനത്തിനും ഒരു ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ ഈ ഇലക്ഷൻ്റെ സമയത്ത് അതിന് നേരത്തെ സാങ്ഷൻ കിട്ടിയതാണ്. ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റിനോടൊപ്പം തന്നെ 80-90% വരെ മേലക്കുറയിൽ മെഡിസിൻ കൊടുക്കാനുള്ളൊരു ഷോപ്പ് ആരംഭിച്ചു. കമ്മ്യൂണിസ്റ്റുകാരൻ കൊണ്ടുപോയി പരാതി കൊടുത്തു. അപ്പോൾ ഇലക്ഷൻ ചട്ടങ്ങളുടെ ലംഘനമാണെന്നുള്ള രീതിയിൽ അത് അധികൃതർ അത് അടച്ചുപൂട്ടാൻ നിർദ്ദേശിച്ചു. ഹൈക്കോടതി പോയി നമ്മൾ ഉത്തരവ് വാങ്ങിച്ചത് തുറന്നു. എത്ര നീചമായിട്ടുള്ളൊരു സമീപനമാണെന്ന് നോക്കി ഈ കോൺഗ്രസ്സുകാരുടെയും കമ്മ്യൂണിസ്റ്റുകാരുടെയും. കാരണം യുദ്ധമുഖത്ത് പോലും മെഡിസിൻ കൊടുക്കുന്നതിനെ ആരും എതിർക്കാറില്ല. ഇപ്പോൾ കോൺഗ്രസ്സുകാരൻ ഒരു ഷോപ്പ് തുടങ്ങി 80-90% മെഡിസിൻ കൊടുത്താൽ ഞങ്ങൾ പരാതി കൊടുക്കില്ല. കമ്മ്യൂണിസ്റ്റുകാരൻ ചെയ്തോട്ടെ, ഞങ്ങൾ പരാതി കൊടുക്കില്ല. അപ്പോൾ എന്ത് വികസന പ്രവർത്തനം നടത്തിയാലും ആ ബ്ലോക്ക് ചെയ്യുന്നൊരു സമീപനയുടെ ഭാഗത്തുണ്ട്, പഞ്ചായത്ത് കിട്ടിയിട്ട് പോലും. അപ്പോൾ പഞ്ചായത്ത് കയ്യിൽ കിട്ടിയ ശേഷം നമ്മൾ എന്ത് ചെയ്തു, റോഡുകളും തോടുകളും ഒക്കെ മാലിന്യം നിറഞ്ഞു കിടക്കുകയായിരുന്നു. അതൊക്കെ വൃത്തിയാക്കി. BMBC നിലവാരത്തിൽ ഗ്രാമീണ റോഡുകൾ നിർമ്മിക്കാൻ പറ്റില്ല. പക്ഷേ നമ്മൾ എന്ത് ചെയ്തു, പ്രത്യേക ഉത്തരവ് ഹൈക്കോടതിയിൽ നിന്ന് വാങ്ങി BMBC നിലവാരത്തിൽ റോഡുകൾ നമ്മൾ പുനർനിർമ്മിച്ചു, പാലങ്ങൾ നിർമ്മിച്ചു. ഈ നമ്മുടെ ഇവിടുത്തെ നമുക്ക് നോക്കിയാലറിയാം, അത് തോടുകളെല്ലാം തന്നെ നീരൊഴുക്കുള്ള തോടുകളാക്കി നമ്മൾ മാറ്റി. 1000-ഓളം ഏക്കർ തരിച്ചു കിടന്ന ഭൂമി നമ്മൾ കൃഷി ചെയ്തു. ഈ പഞ്ചായത്തിലുണ്ടായിരുന്ന സകല വീടുകളും റിപ്പയർ ചെയ്തു. കക്കൂസില്ലാത്ത എല്ലാ വീടുകൾക്കും കക്കൂസ് പണിത് കൊടുത്തു. 1000-ഓളം പേർക്ക് ഗോഡ്സോൺ വില്ല എന്ന് പറഞ്ഞ് നമ്മൾ വീടുകൾ പണിത് കൊടുത്തു. അങ്ങനെ ഇവിടം സ്വർഗമാണെന്ന് പറയുന്ന രീതിയിലുള്ള ഒരു കാഴ്ചപ്പാട്. ബൈബിളിൽ നമ്മൾ പറയുന്ന തേനും പാലും വിടുന്ന കാനാൻ ദേശം എന്ന് പറയുന്ന പോലെ ഈ നാടിനെ നമ്മൾ സ്വർഗ്ഗതുല്യമാക്കി മാറ്റുകയായിരുന്നു. അപ്പോഴാണ് നമുക്ക് ഈ കിഴക്കമ്പലം പഞ്ചായത്തോടൊപ്പം തന്നെ ഇത് കണ്ട് ബോധ്യപ്പെട്ട മനുഷ്യർ ഇപ്പോൾ വാക്കിനേക്കാൾ ഉച്ചത്തിൽ നമ്മുടെ പ്രവർത്തികൾ സംസാരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് തൊട്ടടുത്ത കിഴക്കമ്പലം കൂടാതെ കുന്നത്തുനാട് പഞ്ചായത്ത്, മഴുവന്നൂർ പഞ്ചായത്ത്, ഐക്കനാട് പഞ്ചായത്തൊക്കെ 2020 പോന്നു. നമ്മൾ വെങ്ങോല പഞ്ചായത്തിൽ 11 വാർഡിലെ മത്സരിച്ചുള്ളൂ. 9 പേര് നമ്മൾ വിജയിച്ചു. ജില്ലാ പഞ്ചായത്തിൽ 2 ആളുണ്ട്. ബ്ലോക്ക് പഞ്ചായത്ത് വടകോട് നമ്മൾ കീഴടക്കി. അങ്ങനെ ഒരു ജൈത്രയാത്രയായിട്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തവണ മത്സരിച്ചായിരുന്നു. നമുക്ക് ഈ കിഴക്കമ്പലത്ത് നമ്മൾ കുന്നത്തുനാടിൽ വിജയിക്കാൻ പറ്റുമെന്ന് ധരിച്ചിട്ട്, പക്ഷേ നമ്മുടെ ആളുകൾ മറ്റ് 8 സ്ഥലങ്ങളിലേക്ക് പ്രവർത്തനമായിട്ട് പോയപ്പോൾ ഇവിടെ ശ്രദ്ധിക്കാൻ പറ്റാതെ വന്നുകൊണ്ടാണ് കഴിഞ്ഞ തവണ പരാജയപ്പെട്ടത്. അല്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ കുന്നത്തുനാടിൽ നിന്ന് 2020 MLA ഉണ്ടായിരുന്നു. ആ ജൈത്രയാത്രയുടെ ഭാഗം അതിൻ്റെ തുടർച്ച എന്ന നിലയിലാണ് ഇന്ത്യൻ പാർലമെൻറ്റിലേക്ക് മത്സരിക്കുക. ഇപ്പോൾ ഒരു 8-10 ജില്ലകളിൽ 2020 പ്രവർത്തനം സജീവമാണ്. കിഴക്കമ്പലത്ത് മാത്രമല്ല, ഇപ്പോൾ നമ്മുടെ ചാലക്കുടിയിലും അങ്കമാലിയിലും ആലുവയിലും കയ്പമംഗലത്തും കൊടുങ്ങല്ലൂരും പെരുമ്പാവൂരും ഒക്കെ 2020 സജീവമാണ്. ആ സജീവമായ പ്രവർത്തകരുടെ വികാരം മാനിച്ചുകൊണ്ടാണ് നമ്മൾ ഇന്ത്യൻ പാർലമെൻറ്റിലേക്ക് മത്സരിക്കുന്നത്. ഇത് സാർ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കിഴക്കമ്പലം ഒരു പ്രദേശത്ത് തുടങ്ങിയ 2020, പക്ഷേ ഇത് ലോക്സഭ ഇലക്ഷനാണ്. ഭാരതത്തിൻ്റെ നേതൃത്വത്തിലേക്ക് ആര് എന്ന് തീരുമാനിക്കുന്ന ഒരു ഇലക്ഷനാണ്. അതോടൊപ്പം തന്നെ ചാലക്കുടി മണ്ഡലം വളരെ വിശാലമായ മണ്ഡലമാണ്. ഒരുപാട് സ്ഥലങ്ങളും മലയോര പ്രദേശങ്ങളും കടലും എല്ലാം വരുന്ന ഒരു മണ്ഡലമാണ്. ഈ മണ്ഡലത്തിൽ എങ്ങനെയായിരിക്കും അതായത് വികസന സ്വപ്നങ്ങൾ എന്താണ് സാറിൻ്റെ ഉള്ളിൽ? നമ്മളെ സംബന്ധിച്ച് ഓരോ പ്രദേശത്തെക്കുറിച്ച് നമ്മൾ പഠനം നടത്തും. ആദ്യം
എന്നിട്ട് അവിടെ ആവശ്യങ്ങൾ കണ്ടെത്തിയിട്ട് അതിൻ്റെ ശാസ്ത്രീയ തലങ്ങളെ അപഗ്രഥിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് നമ്മൾ നടത്തുക. ഇപ്പോൾ ചാലക്കുടിയെ സംബന്ധിച്ച് നമുക്ക് പിൽഗ്രിം ടൂറിസത്തിൻ്റെ സാധ്യതയുണ്ട്. കാലടി, മലയാറ്റൂർ, ആദിശങ്കരൻ്റെ ജന്മനാടാണ് കാലടി, മലയാറ്റൂർ സെൻറ്റ് തോമസിൻ്റെ പാദസ്പർശമേറ്റ നാടാണ്. അപ്പോൾ പിൽഗ്രിം ടൂറിസത്തിൻ്റെ വലിയൊരു സാധ്യത നമുക്കുണ്ട്. അതിരപ്പള്ളി വെള്ളച്ചാട്ടം പോലുള്ള പ്രദേശങ്ങളുണ്ട്, അവിടെയും നമുക്ക് ടൂറിസത്തിൻ്റെ സാധ്യതയുള്ള സ്ഥലമാണ്. അതുപോലെ തന്നെ നമുക്ക് മധുര കോഴ്സും അതുപോലെ അവിടെ കുറച്ച് സ്ഥലങ്ങൾ സർക്കാരിൻ്റെ കിടക്കുന്നുണ്ട്. വലിയ പദ്ധതികൾ നമുക്കവിടെ നടത്താനായിട്ട് പറ്റും. ഇപ്പോൾ നമുക്ക് മെട്രോ ഇപ്പോൾ നമ്മൾ ആലുവയിൽ നിന്ന് അവസാനിക്കാതെ അങ്കമാലിക്കും ചാലക്കുടിക്കും കൊണ്ടുവരാനുള്ള സംവിധാനങ്ങൾ ചെയ്യാൻ പറ്റും. പിന്നെ അങ്ങനെ നാട് ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിനെ നമ്മൾ നോക്കിക്കാണേണ്ടത് ഒന്ന് പഞ്ചായത്ത് ചെയ്യേണ്ടതാണ്, അല്ലെങ്കിൽ ചിലപ്പോൾ ഈ നിയമസഭ MLA ചെയ്യേണ്ടതായിരിക്കും. അതിന് നമ്മൾ മറ്റൊരു വിധത്തിൽ പറയുകയാണെങ്കിൽ സ്റ്റേറ്റ് ലിസ്റ്റ്, സെൻട്രൽ ലിസ്റ്റ്, കൺകറൻറ്റ് ലിസ്റ്റ് എന്ന് പറയും. സ്റ്റേറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ, സെൻട്രൽ ചെയ്യേണ്ട കാര്യങ്ങൾ, രണ്ടുപേരും ചേർന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ. അപ്പോൾ അത് ഓരോന്നും എങ്ങനെയാണെന്ന് കണ്ടെത്തിയ ശേഷം നമ്മളെ സംബന്ധിച്ച് നാടിൻ്റെ വികസനം തന്നെയാണ്. ഞാൻ സൂചിപ്പിച്ച് നേരത്തെ വടകോട് ബ്ലോക്കാണ് ഈ ജില്ലയിൽ ഏറ്റവും കൂടുതൽ പ്രവർത്തനം കാഴ്ചവെച്ച ബ്ലോക്ക്. അത് നമ്മളാണ് ഭരിക്കുന്നത്. അപ്പോൾ അത് ഈ കേരളത്തിൽ 5ാം സ്ഥാനത്താണ്. നമ്മളെ സംബന്ധിച്ച് പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ ചാലക്കുടി നിയോജക മണ്ഡലത്തിൻ്റെ സമഗ്ര വികസനം ആണ്. ആ സമഗ്ര വികസനത്തിന് എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇവിടുത്തെ മറ്റൊരു പ്രശ്നം, നമ്മൾ മലക്കപ്പാറയുള്ള പ്രദേശത്ത് പട്ടാപ്പകല ആന ഇറങ്ങി കിടക്കുകയാണ്. എൻ്റെ നാട് മലയാറ്റൂർ നിരീശ്വരമാണ്. അവിടെ മലയാറ്റൂർ, തേക്കുംതോട്ടം, മുളങ്കുഴി അങ്ങനെയുള്ള പ്രദേശങ്ങളിൽ, ഇല്ലിത്തോട് പോലുള്ള പ്രദേശങ്ങളിൽ ആന സഞ്ചരിക്കുന്ന പ്രദേശമുണ്ട്. ആന കുത്തി മാത്രം ഏതാണ്ട് 12ഓളം ആളുകൾ കഴിഞ്ഞ 2 മാസം കൊണ്ട് മരിച്ചിട്ടുണ്ട്. ആന കുത്തി മരിച്ച വീട്ടിൽ കൊണ്ടുപോയി 10 ലക്ഷം രൂപ കൊടുത്ത നഷ്ടപ്പെട്ട അവൻ്റെ പിതാവിനെയോ മാതാവിനെയോ സഹോദരനെയോ സഹോദരിയോ തിരിച്ചു കിട്ടില്ല. സർക്കാർ ചെയ്യേണ്ടത് ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുക എന്നുള്ളതാണ്. അപ്പം നമ്മൾ അധികാരത്തിൽ വരാനുള്ളൊരു സംവിധാനം ഉണ്ടായാൽ, നമ്മൾ ഈ ആനകൾ എന്താ നാട്ടിലേക്ക് ഇറങ്ങാൻ കാരണം ആഹാരവും വെള്ളവും തേടിയാണ്. ഈ ആഹാരവും വെള്ളവും നമുക്ക് അവിടെ തന്നെ അവർക്ക് ലഭ്യമാക്കി കൊടുക്കുകയാണെങ്കിൽ ആന ഇങ്ങോട്ട് വരാനുള്ള സംവിധാനത്തെ നമുക്ക് നേരിടാൻ കഴിയും. രണ്ടാമത് നമുക്ക് ഈ ആന കടന്നു വരാതിരിക്കാൻ കിടങ്ങുകളോ അല്ലെങ്കിൽ ഫെൻസിങ്ങോ നമുക്ക് നിർമ്മിക്കാൻ സാധിക്കും. അത് നമുക്കുണ്ടാക്കാം. പിന്നെ മാധവ് ഗാഡ്ഗിൽ പോലുള്ള ആളുകൾ പറഞ്ഞിട്ടുള്ളത് അക്രമകാരികളായ ഈ വന്യമൃഗങ്ങളെ വെടിവെച്ച് കൊല്ലണം എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് ചർച്ചയും പ്രകൃതി സ്നേഹികളുമായിട്ട് നമ്മൾ ഒരു പരിഹാരത്തിൻ്റെ മാർഗം കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. വെടിവെച്ച് കൊല്ലണമെന്ന് ഞാൻ പറയുന്നില്ല, കാരണം പ്രകൃതിയുമായിട്ട് ഇണങ്ങി അവരുടെ ആവാസ വ്യവസ്ഥയിൽ കയറുമ്പോഴാണ് അവർ അതിക്രമിച്ച് കിടക്കുന്നത്. അതിനെക്കുറിച്ചൊക്കെ നമ്മൾ പഠിച്ച് എന്താണ് ശാശ്വതമായ മാർഗം, പ്രകൃതിയെ ഹനിക്കാതെ തന്നെയുള്ള വികസനത്തിൻ്റെ സാധ്യതകളെ നമ്മൾ നോക്കിക്കണ്ടുകൊണ്ട് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. ഈ നേരത്തെ സാറ് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഈ വന്യജീവി ആക്രമണം, അതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം മെത്രാന്മാരുടെ നേതൃത്വത്തിൽ വലിയ പ്രക്ഷോഭമാണ് നടന്നിരുന്നത്. ചാലക്കുടി മണ്ഡലവും അതിന് വലിയ വ്യത്യാസമൊന്നുമില്ല. ചാലക്കുടിയിലും ഈ അതിരപ്പള്ളി ഭാഗത്തൊക്കെ ആയിട്ട് ആനയുടെ ശല്യം, ഒരുപാട് കൃഷിയും കാര്യങ്ങളും. ഇതിന് സാറ് പ്രാധാന്യം കൊടുക്കുമോ? കാരണം ഈ ഒരു ഇലക്ഷനിൽ ഏറ്റവും കൂടുതൽ കേരളം മുഴുവൻ ഉയർന്നു കേൾക്കുന്ന ഒരു ഇതാണ് വന്യജീവി ആക്രമണം, അതോടൊപ്പം തീരദേശ മേഖലയിലെ ആശങ്കകളും. ഈ 2 വിഷയം ഇതിന് പ്രാധാന്യം കൊടുക്കും. 2 വിഷയവും നമ്മൾ നമ്മുടെ മാനിഫെസ്റ്റോ തയ്യാറാക്കിയിട്ടുണ്ട്. ആ മാനിഫെസ്റ്റോ ഇത് പ്രതിപാദിച്ചിട്ടുണ്ട്. വന്യമൃഗങ്ങളിൽ നിന്നുള്ള സംരക്ഷണം ഉറപ്പുവരുത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഓരോന്നിനും ഓരോ മാർഗ്ഗമാണ് കണ്ടെത്തുന്നത്. കേരളത്തിലെ ഇത്ര കിലോമീറ്റർ ഏരിയയിലാണ് വന്യമൃഗങ്ങളുടെ ആക്രമണം ഉള്ളതിനെക്കുറിച്ചുള്ള പഠന റിപ്പോർട്ട് നമുക്കുണ്ട്. ആ സ്ഥലങ്ങളിൽ നമുക്ക് കിടങ്ങ് നിർമ്മിച്ചോ ഫെൻസിങ് കെട്ടിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മറപ്പോ അവരെ ആക്രമിച്ച് തുരത്തി ഓടിക്കുന്ന തേനീച്ചകളെ കുറിച്ച് പറയുന്നുണ്ട്. ഏതാണോ ഫലപ്രദമായ മാർഗം അത് ചെയ്യേണ്ടിയിരിക്കുന്നു. തീരദേശങ്ങളിൽ കടലാക്രമണം ഉണ്ടാകുന്ന മേഖലകളിൽ നമ്മൾ തീരം അത് സംരക്ഷിക്കേണ്ടതായിട്ടുണ്ട്. അതും ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന ഏത് വിഷയമായിക്കോട്ടെ അതിന് ശാശ്വതമായി പരിഹാരം കണ്ടെത്താനുള്ള സമഗ്രമായ പദ്ധതികൾ നമ്മൾ ചെയ്യും. ഇപ്പോൾ ചാലക്കുടി ഭാഗത്തൊക്കെ ആണെങ്കിൽ 5.5 നമ്മൾ കിലോമീറ്റർ സ്ഥലം പറയന്തോട് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അത് ഒഴുക്ക് നിലച്ച് കിടക്കുന്നുണ്ട്, അവിടെ വെള്ളപ്പൊക്കവും പ്രശ്നമൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ അത് കുറച്ച് ഭാഗം കണ്ട് മുൻ MLA ഫണ്ടിൽ നിന്ന് ചിലവാക്കിയിട്ടുണ്ട്. പക്ഷേ നമ്മൾ വന്നാൽ ഈ പുറമ്പോക്ക് ഭൂമി അതിനകത്തുണ്ടാകാം, അല്ലെങ്കിൽ പലരും എൻക്രോച്ച് ചെയ്തിട്ടുണ്ടാകാം. അതെല്ലാം ഒഴിവാക്കി കരിങ്കൽ കെട്ടി നിർമ്മിച്ച് റോഡ്, തോട്, ഈ പറയന്തോട് നമുക്ക് ഒഴുക്കുള്ള പോലെ ആക്കി തീർത്താൽ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ കഴിയും. മറ്റൊരു വിഷയം ഇപ്പോൾ ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളമാണ്. അതൊരു വലിയൊരു ആശങ്കയിലൂടെ കടന്നു പോകുന്നൊരു കാലഘട്ടം. ഭാരതത്തിലായാലും കേരളത്തിൻ്റെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ക്രൈസ്തവരെ മുഴുവനായിട്ട് മാറ്റി നിർത്തുന്ന, അല്ലെങ്കിൽ ഒരു ന്യൂനപക്ഷമായതുകൊണ്ട് തന്നെ അവഗണിക്കുന്നൊരു സ്വഭാവമുണ്ട്. ഭാരതത്തിലാവണമെങ്കിൽ ചില പീഡനങ്ങൾ ഏൽക്കേണ്ടി വരുന്നുണ്ട്. നോർത്ത് ഇന്ത്യയിൽ വൈദികരും മിഷണറിമാരെല്ലാം അങ്ങനെ ഒരു വളരെ ആശങ്ക നിറഞ്ഞൊരു കാലഘട്ടത്തിലൂടെ പോവുകയാണ്. ഇന്ത്യ ഒരു മതേതര രാഷ്ട്രമാണ്. സാർ ഈ ഒരു MB ആയിട്ട് ഈ ഒരു ഡൽഹി എത്തുമ്പോൾ എന്തായിരിക്കും ഈ ഒരു വിഷയത്തിൽ എടുക്കുന്ന നിലപാട്? ആ വിഷയത്തെയൊക്കെ കുറിച്ച് നമ്മൾ ഏതെങ്കിലും ഒരു സമുദായത്തെ നമ്മൾ ആശങ്കപ്പെടുത്തിയോ ഉത്കണ്ഠയുടെ മുന്നിൽ നിർത്തിയോ ഒക്കെ നമ്മൾ നടപടി സ്വീകരിക്കുന്നത് ഒരു മതേതര രാജ്യത്ത് സ്വീകാര്യമല്ല. മതേതര രാജ്യം എന്നുള്ള നമ്മുടെ സങ്കല്പം
ഈ മതാതീതമായി മതങ്ങളുടെ ദർശനങ്ങളെ ഉൾക്കൊള്ളുന്നതോടൊപ്പം തന്നെ എല്ലാ മതത്തെയും മാനിച്ചുകൊണ്ട് തന്നെ ആ പൗരൻ്റെയൊക്കെ വികാരങ്ങളെ മാനിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു. അവർക്ക് ആശങ്ക ഉയർത്താൻ പറ്റില്ല. ഏതെങ്കിലും മതത്തെ പ്രീണിപ്പിക്കാൻ വേണ്ടിയിട്ട് മറ്റു മതങ്ങളെ അടിച്ചൊതുക്കുന്ന നയങ്ങളോട് വെറുപ്പിൻ്റെ രാഷ്ട്രീയത്തോട് നമുക്ക് സന്ധി ചെയ്യാൻ പറ്റില്ല. അത് നമ്മൾ എതിർക്കുക തന്നെ ചെയ്യും. ഇപ്പോൾ പൗരത്വ ഭേദഗതി നിയമമായിക്കോട്ടെ, ഇസ്ലാം സമുദായത്തിന് നമുക്ക് ഒത്തിരി ഭയാശങ്കയുണ്ട്. അവരെ മാത്രം ടാർഗറ്റ് ചെയ്യുന്ന പോലെയാണ് 19 രൂപീകരിച്ച സംഗതി 23 ഇലക്ഷനുമായി ബന്ധപ്പെട്ട് 24 കാലഘട്ടത്തിൽ അവർ വിജ്ഞാപനം ഇറക്കി നടപ്പാക്കാൻ ശ്രമിക്കുന്നത്. അത് ആ സമൂഹത്തിന് ഒരുപാട് ഉത്കണ്ഠ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അപ്രകാരമുള്ള ഏത് സമൂഹത്തെ ആയിക്കോട്ടെ, അത് ഇനിയിപ്പോൾ നാളെ അത് ക്രിസ്ത്യാനികൾക്കെതിരെ വന്നുകൂടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഏത് സമുദായത്തെയും ഉത്കണ്ഠയിൽ പെടുത്തിക്കൊണ്ട് ആശങ്കപ്പെടുത്തിക്കൊണ്ട് ആരെങ്കിലും പ്രീണിപ്പിക്കുന്ന ഒരു നയത്തോട് നമുക്ക് യോജിപ്പില്ല. അതിനെതിരെ അതിശക്തമായി നമ്മൾ പ്രതികരിക്കുക തന്നെ ചെയ്യും. എത്രത്തോളം ഉണ്ട് ഈ ചാലക്കുടി മണ്ഡലത്തിലെ വിജയപ്രതീക്ഷ? വലിയ സാധ്യതയാണ്. നമ്മൾ പുറമെ കാണുന്ന പോലെയല്ല. നമ്മളിപ്പോൾ ഏതാണ്ട് 2 ലക്ഷത്തോളം ഭവനങ്ങൾ ഞങ്ങളുടെ പ്രവർത്തകർ പല ഭാഗങ്ങളിൽ നിന്ന് കയറിക്കഴിഞ്ഞു. അവർ ഓരോ വീടുകളിലും ചെന്ന് കഴിയുമ്പോൾ ഒരു 80-86% ആളുകൾ ഞങ്ങൾ 2020 ചെയ്യുന്ന പോലെയുള്ള വികസനങ്ങൾ ഞങ്ങളുടെ നാട്ടിൽ വരണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. കാരണം ഞങ്ങളുടെ നാട്ടിലിങ്ങനെ ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റ് വരണം, 50% വിലക്കുറയിൽ നിങ്ങൾ കൊടുക്കുന്നുണ്ടല്ലോ, മെഡിസിൻ 90% വിലക്കുറയിൽ കൊടുക്കുന്നുണ്ടോ, അത് ഞങ്ങളുടെ നാട്ടിൽ വരണം. ഒപ്പം തന്നെ ഈ നാട്ടിൽ ചെയ്ത പോലെയുള്ള റോഡുകളുടെ വികസനം, തോടുകളുടെ വികസനം ഒക്കെ ഞങ്ങളുടെ നാട്ടിലും വരണം എന്ന് അവർക്ക് ആഗ്രഹമുണ്ട്. അത് വരണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ സ്ഥാനാർത്ഥി ജയിക്കണ്ടേ? അപ്പോൾ നമ്മൾ പറയാം ഞങ്ങൾ ജയിച്ചാൽ മാത്രമേ വരികയുള്ളൂ, ഞങ്ങൾക്ക് അധികാരത്തിലേക്ക് വന്നാൽ മാത്രമേ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ആ മെസ്സേജ് അവരിലേക്ക് കൺവേ ചെയ്യുമ്പോൾ അവർക്കൊരു മടിയുള്ളതെന്ന് വെച്ചാൽ ഇപ്പം നിലവിലുള്ള കമ്മ്യൂണിസ്റ്റുകാരോ കോൺഗ്രസ്സുകാരാണ് അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്നത്. പലരും സൊസൈറ്റിയിൽ നിന്ന് ലോണോ കാര്യങ്ങളൊക്കെ എടുത്തിട്ടുള്ളവരാണ്. അതൊക്കെ പരസ്യമായിട്ട് പറഞ്ഞ് അവരുടെ ഭാഗത്തുനിന്ന് പല പ്രശ്നങ്ങളും ഉണ്ടാവും. വ്യാപാരി സമൂഹമായിക്കോട്ടെ, ഏത് സമൂഹമായിക്കോട്ടെ, പരസ്യമായിട്ട് 2020 അനുകൂലമായിട്ട് വന്നാൽ ഈ ഭരിക്കുന്നവർ ഉപദ്രവം ഉണ്ടാക്കും. അതാണ് അവരുടെ സമീപനം. അതുകൊണ്ട് അവർ പരസ്യമായി പറയുന്നില്ല മാത്രമേ ഉള്ളൂ. അവരുടെ ഉള്ളിലൊക്കെ 2020 നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അത് വോട്ടിൽ പ്രതിഫലിപ്പിക്കുകയും നമ്മൾ അതിശക്തമായൊരു അടിയൊഴുക്ക് ചാലക്കുടി മണ്ഡലത്തിൽ ഉടനീളമുണ്ട്. ചാലക്കുടി മണ്ഡലത്തിൻ്റെ ഒരു അതിർത്തിയായ കിഴക്കമ്പലം, പഴങ്ങനാട് പ്രദേശങ്ങളിലൂടെ നമ്മൾ പര്യടനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് പഴങ്ങനാട് സെൻറ്റ് അഗസ്റ്റിൻ ദേവാലയത്തിലാണ്. ഇവിടുത്തെ വികാരിയായ ഫാദർ പോൾ കൈപ്രമ്പനാടച്ചൻ നമ്മളോടൊപ്പം ചേരുകയാണ്. അച്ഛാ നമസ്കാരം. തെരഞ്ഞെടുപ്പ് വളരെ അടുത്തെത്തിയിരിക്കുകയാണ്. കിഴക്കമ്പലം പ്രദേശത്തോട് ചേർന്ന് കിടക്കുന്ന പ്രദേശത്താണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ചാലക്കുടി മണ്ഡലത്തിൽ പ്രത്യേകിച്ച് ആദ്യമായിട്ട് 2020 മത്സരിക്കുന്നു എന്ന് വലിയൊരു പ്രത്യേകതയും കൂടിയുണ്ട്. എങ്ങനെ കാണുന്നു ഈ ഒരു ഇലക്ഷന്? ഈ ഇലക്ഷനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകമായിട്ട് എനിക്കൊരു രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു കാലത്ത് ഞാൻ ഒരു ചായ്വ് പുലർത്തിയിട്ടില്ല. ഞാൻ ഒരു പാർട്ടിയുടെയും അടിമയായിട്ട് നമ്മുടെ യുവജനങ്ങൾ ബുദ്ധീനെ ഏതെങ്കിലും പാർട്ടിക്ക് അടിയറ വെച്ച് അതിൻ്റെ ഒരു അടിമത്തത്തിൽ ജീവിക്കരുത്. അങ്ങനെ ജീവിച്ചാൽ തന്നെ ഈ ജനാധിപത്യം തകർന്നു പോകും. ഇവിടെ ഇപ്പോൾ 3 പാർട്ടികൾ വളരെ ശക്തമായിട്ട് വരുന്നുണ്ട്. ഇടതുപക്ഷമുണ്ട്, വലതുപക്ഷം, നമ്മുടെ കോൺഗ്രസിൻ്റെ വിഭാഗമുണ്ട്, 2020 ഉണ്ട്. അപ്പോൾ ഇവിടെ കണ്ട ഒരു സംസ്കാരം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പലർക്കും ഈ രാഷ്ട്രീയ പാർട്ടിയിലും എല്ലാം ഉള്ള മൊത്തത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു പോയി. ഇപ്പം നിങ്ങളിൽ ആരാണ് കൂടുതൽ കളവ് ചെയ്യുന്നത്, ആരാണ് കൂടുതൽ മോഷണം നടത്തുന്നത്, ആ ഒരു ചിന്തയെ നമ്മുടെ സ്വാർത്ഥ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഇവർ പ്രവർത്തിക്കുന്നത്. ജനങ്ങളെ മറന്ന് ഐഡിയോളജി എന്ന് വെച്ചാൽ പണ്ടൊക്കെ ഒരു പാർട്ടിയിലായാലും ഏതെങ്കിലും പ്രസ്ഥാനത്തിൽ വർക്ക് ചെയ്യുമ്പോൾ അതിനോടുള്ള ആദർശം മാറ്റി വെച്ചിട്ട് വെറും പ്രായോഗിക രാഷ്ട്രീയം എന്ന് വെച്ചാൽ അവനവൻ്റെ കാര്യം കാണാനുള്ള ഒരു രാഷ്ട്രീയം എന്ന നിലയിലേക്ക് പോയതുകൊണ്ട് സത്യത്തിൽ ഇവിടെയുള്ള പാർട്ടി പ്രവർത്തകർക്ക് എല്ലാവർക്കും അവരുടെ ആ നേതാക്കളോടുള്ള വിശ്വാസ്യത നഷ്ടപ്പെട്ടു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കൂലിക്ക് പോസ്റ്റർ ഒട്ടിക്കാനും കൂലിക്ക് വർക്ക് ചെയ്യുന്നവരാണ്. അങ്ങനെ നമ്മുടെ ജനാധിപത്യത്തിൽ ഇപ്പോൾ കാണുകയാണെങ്കിൽ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പണ്ടത്തെ ആദർശനിഷ്ഠ നഷ്ടപ്പെട്ടു പോയി. ഇപ്പം നമ്മെ സംബന്ധിച്ചിപ്പോൾ ഇന്ത്യയുടെ മൊത്തം തലത്തിൽ നോക്കുകയാണെങ്കിൽ ദേശീയ തലത്തിൽ നോക്കിയാലും നാം കാണുന്നതാണ്, ദൈവവിശ്വാസമുള്ള ഒരു വ്യക്തിക്ക് മനുഷ്യസ്നേഹമില്ലാതെ പറ്റില്ല. മനുഷ്യനെ നന്മ കാണുന്നതാണല്ലോ നമ്മുടെ ഹിന്ദുമതമായാലും ക്രിസ്തുമതം എല്ലാം. പക്ഷെ ഇപ്പോൾ കാണുന്നത് വെച്ചാൽ ദൈവവിശ്വാസമില്ലാത്തവർ ദൈവവിശ്വാസത്തിൻ്റെ സംരക്ഷകരെന്ന കഞ്ചുകം അണിഞ്ഞിട്ട് ഇപ്പോൾ വിശ്വാസികളെ പറ്റിക്കുക, കബളിപ്പിക്കുക. അങ്ങനെ മതത്തിന് പണ്ട് കാലത്ത് മതത്തിനില്ലാത്ത പ്രാധാന്യം ഇപ്പോൾ വന്ന് മതാത്മകതയ്ക്കല്ല, മതത്തിൻ്റെ ആ ചട്ടക്കൂടിന്
നമ്മുടെ സഭയിലും പലപ്പോഴും പറയും, സഭയിലെയും സഭാത്മകത, ചർച്ചിയാനിറ്റി വളർന്നു വരുന്ന, എന്നാൽ ക്രിസ്ത്യാനിറ്റി നന്മ ഇല്ലാതെ വരുന്നൊരു സാഹചര്യം. അതുപോലെ രാഷ്ട്രീയ സഭ സ്ട്രോങ് ആവുകയും ആത്മീയ സഭ ശുഷ്കിക്കുകയും ചെയ്യുന്നവരാണ്. അതുപോലെ രാഷ്ട്രീയത്തിലായാലും ഈ അപജയം നമ്മൾ കാണാണ്. ദേശീയ കാഴ്ചപ്പാടുകൾ കുറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അതിൻ്റെ ഗതികേട് നമ്മൾ അനുഭവിക്കാനായിട്ട് പോകണം. എല്ലാ മതത്തിൻ്റെ ഉള്ളിലും പ്രത്യേകിച്ച് ക്രൈസ്തവരിടയിൽ ഈ ആശങ്ക വളരെ വ്യാപകമായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മൾ പരസ്നേഹത്തെ പറ്റിയും മറ്റുള്ളവരുമായിട്ട് യോജിച്ച് പോകുന്നതിനെ പറ്റിയും ക്ഷമിക്കുന്നതിനെ പറ്റിയൊക്കെ പറഞ്ഞ് നമ്മൾ നിസ്സഹായരാണെന്നൊരു ചിന്ത, നമ്മൾ ഒറ്റപ്പെടുന്നൊരു ചിന്ത, നമ്മളെല്ലാ സ്ഥലത്തും ആക്രമിക്കപ്പെടുന്നൊരു ചിന്ത വ്യാപകമാണ്. അപ്പോൾ ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം ഏതൊരു ഈ ദേശീയ തലത്തിലുള്ള കാഴ്ചപ്പാട് അത്ര സുരക്ഷിതത്വം ഇല്ലാത്തൊരു കാഴ്ചപ്പാടായിട്ട് മാറിക്കഴിഞ്ഞു. അപ്പോൾ പൊതുവെ ഇനി ആ മേഖലയിൽ എന്ത് ചെയ്യാൻ പറ്റുമെന്നാണ് ഇപ്പോൾ പാർട്ടിക്ക് അതീതമായിട്ടും രാഷ്ട്രീയത്തിന് അതീതമായിട്ടും എല്ലാവരും സ്വന്തം സുരക്ഷ, ഞാനൊരു ക്രിസ്ത്യാനി ആയതുകൊണ്ട് എനിക്ക് എൻ്റെ ഭാവി എന്തെന്നുള്ള ആശങ്ക വളരാണ്. അത് ഒരു രാഷ്ട്രീയ ശൈലിയായിട്ടും നമ്മുടെ തീരുമാനങ്ങളെയും ബാധിക്കുമെന്ന് തീർച്ചയായിട്ടും. തീർച്ചയായിട്ടും ഈ ദേശീയതലത്തിൽ ക്രൈസ്തവർ ഇപ്പോൾ വളരെ ഭയപ്പെടുത്തുന്ന അല്ലെങ്കിൽ അങ്ങനെ ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ്. കേരളത്തിലും അത്തരത്തിലൊരു ക്രൈസ്തവരെ മാറ്റി നിർത്തുന്ന ഒരു രാഷ്ട്രീയ പ്രവണത കാണുന്നുണ്ട്. ഈ ഒരു മണ്ഡലത്തിലേക്ക് വരാണെങ്കിൽ നമ്മുടെ ക്രൈസ്തവർ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി എന്തായിരിക്കും? ഈ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം പൊതുവേ ക്രൈസ്തവർ ഒരു നല്ല ശക്തി തന്നെയാണ്. ഇവിടെ ക്രൈസ്തവരെ സംബന്ധിച്ച് ഈ പറഞ്ഞ പ്രതിസന്ധികളില്ല എന്ന് പറയാം. ഇവിടെയുള്ള മതസൗഹാർദ്ദമായാലും ഇപ്പോൾ ഈ ദേവാലയത്തിലെ കാര്യങ്ങൾ ഞാൻ ഇവിടെ കണ്ടത്, ഇവിടുത്തെ മുസ്ലിം ഉസ്താദുമാർ എന്നെ വിളിച്ച് അവരുടെ മുസ്ലിം മോസ്കുകളിലേക്ക് കൊണ്ടുപോകണ്ടേ. ഇവിടെയുള്ള ഹൈന്ദവർ ക്ഷേത്രങ്ങളിലെല്ലാം അച്ഛൻ്റെ സാന്നിധ്യം ഉറപ്പാക്കുകയാണ്. ഇവിടെ പള്ളിയിലെ കുർബാന തിരുനാൾ വന്നു കഴിഞ്ഞാൽ നേർച്ചയുണ്ടെങ്കിൽ ഞാൻ പോയി അവരൊക്കെ ക്ഷണിക്കുകയാണ്. അപ്പോൾ ഇവിടെ നിർബന്ധമാണ്. ഇപ്പോൾ ഔസേപിതാവിൻ്റെ തിരുനാൾ കഴിഞ്ഞ മാർച്ച് 19 ഇവിടെയുള്ള എല്ലാ ഹൈന്ദവ കുടുംബങ്ങളും മുസ്ലിം കുടുംബങ്ങളിലും രോഗികളായി കിടക്കുന്നവർക്ക് പാഴ്സൽ എത്തിക്കുക ചെയ്തത്. എല്ലാ വീടുകളിൽ നിന്നും എല്ലാവരും ക്ഷണിച്ച് എല്ലാവരും വരുന്നു. അടുത്ത പ്രാവശ്യത്തെ തിരുനാളിന് ഒരു ഹൈന്ദവൻ ഏറ്റിട്ടുണ്ട്. ഇവിടുത്തെ തിരുനാൾ നടത്താൻ പ്രധാന തിരുനാളിൻ്റെ ഒരു പ്രസിദ്ധിയാണ്. അത്രയേറെ മതസൗഹാർദ്ദത്തിൻ്റെ ഒരു നല്ല അന്തരീക്ഷമുണ്ട്. പക്ഷേ ഇത് എത്ര കാലം നിന്നു പോകുമെന്ന് നമുക്കൊരു ആശങ്കയുണ്ട്. കാരണം വർഗീയത പരത്തി മതത്തിൻ്റെ നന്മയെന്ന് മനുഷ്യരകറ്റി ഈ രാഷ്ട്രീയമായിട്ട് സംഘടിപ്പിച്ച് വോട്ട് പിടിക്കാനുള്ളൊരു വഴിയായിട്ട് ഇതിനെ മാറ്റിയെടുക്കുന്നു. വളരെ ഈസിയായിട്ട് മതത്തെ ദുരുപയോഗിക്കാനായിട്ട് പറ്റുന്നു. അതിനെ പറ്റിയൊരു ജാഗ്രത, അതാണ് ഈ പ്രദേശം. ഇനി ഞങ്ങളുടെ ഒരു ആശങ്ക, ഇപ്പോൾ അത് അത്രയേറെ അനുഭൂതിയല്ല. ഇപ്പം ഞങ്ങളെ സംബന്ധിച്ച് നല്ല സൗഹാർദ്ദത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഒരു കുടുംബം പോലെ കഴിയുന്നൊരു അന്തരീക്ഷം ഇവിടെ ഇപ്പോൾ ഉള്ളത്. ഇനി ഭാവിയെ പറ്റിയ ഒരു ആശങ്ക എല്ലാവർക്കും ഉണ്ട്, ഈ പ്രദേശത്തുള്ളവർക്കും ഉണ്ട്. നമ്മുടെ സ്ഥാനാർത്ഥികൾ ഇപ്പോൾ ഒരു 3 പേര് പ്രധാനപ്പെട്ട മെയിൻ സ്ഥാനാർത്ഥികൾ നമുക്കുണ്ട്. ഇവർ പ്രധാനമായി ശ്രദ്ധിക്കേണ്ട മേഖല ഏതാണെന്ന് പറയാം. ശരിക്കും എല്ലാവരും ഇപ്പോൾ ശ്രദ്ധിക്കുന്നു. ജനങ്ങൾക്ക് ഉപകാരമുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ജനങ്ങൾ അവരോട് സഹകരിച്ച് തന്നെ നിൽക്കും. ജനങ്ങൾക്ക് ഉപകാരമുണ്ടെന്ന് തോന്നണം. ഇപ്പോൾ അതിനുവേണ്ടി ഇനിയൊരു കാലത്ത് ഏതെങ്കിലും ഒരു പാർട്ടിയിൽ അംഗമായിട്ട് ഞാൻ പണ്ട് കാലം തൊട്ടൊരു പാർട്ടിയുടെ ഭാഗമായിരുന്നതിന് വേണ്ടി ഇനി അവരെ പറയാൻ നിൽക്കുന്നൊരു കാലം കഴിഞ്ഞു. എനിക്കിപ്പോൾ ഈ 3 പേരെ പറ്റി ഒരാളെ പറ്റി പ്രത്യേകിച്ച് എടുത്ത് പറയണത് ശരിയല്ലല്ലോ. വളരെ നല്ല സുപരിചിതരായ നല്ല സ്ഥാനാർത്ഥികളാണ് ഈ 3 ഗ്രൂപ്പിലും 3 പാർട്ടിയിലൊക്കെ ഉള്ളൊരു നല്ലവരാണ്. മറ്റേ എനിക്ക് പരിചയപ്പെട്ടിട്ടില്ല. എല്ലാവരെ പറ്റി നല്ല അഭിപ്രായമുള്ളത്. സ്വാഭാവികമായിട്ടും ഇനിയുള്ള കാര്യം ഇതാണ്, ജനങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നു എന്ന ചിന്തയുണ്ടെങ്കിൽ മാത്രമേ ജനങ്ങൾ അതിൻ്റെ കൂടെ നിൽക്കുള്ളൂ. ഞാനൊരു പാർട്ടിക്കാരനായതുകൊണ്ട് അങ്ങനെ ചിന്തിക്കുന്നവരെ കാലം കഴിഞ്ഞു പോയി. ഞാൻ ഇന്നൊരു പാർട്ടിക്കാരനാണ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു അടിമയെ പോലെ എങ്ങനെയെങ്കിലും ചെന്ന് ഒരു വോട്ട് ചെയ്യാനായിട്ട് ഒരു യന്ത്രം കണക്ക് വോട്ട് ചെയ്യാൻ ഇനി എന്നെ കിട്ടില്ല എന്ന അവബോധം വളർന്നു വരുന്നുണ്ട്. അതൊരു നല്ല അവബോധമാണ്. നമ്മുടെ സമൂഹത്തിൽ അങ്ങനെ ഒരു അവബോധം വളർന്നു വരുന്നുണ്ട്. നമ്മുടെ ബുദ്ധിയെ ആർക്കും പണയം വയ്ക്കാതെ നാടിൻ്റെ നന്മയ്ക്ക് പറ്റുന്ന രീതിയിൽ വോട്ട് ചെയ്യാനുള്ളൊരു കഴിവ്, ആ പ്രാപ്തി വരുന്നുണ്ട്. അതിനെ നശിപ്പിക്കുന്ന ഒരു ഭാഗം നമ്മുടെ കലാലയങ്ങളിൽ പിള്ളേരിൽ പാർട്ടിയുടെ സ്വാധീനം ഇഞ്ചക്റ്റ് ചെയ്ത് വിടുന്ന സ്വഭാവമാണ്. നമ്മുടെ കലാലയ രാഷ്ട്രീയമാണ് അതിനെ ഏറ്റവും ഇതായിട്ട് നിൽക്കുന്നത്. കാരണം ചെറുപ്പം തൊട്ടേ ബ്രെയിൻ വാഷ് ചെയ്യുകയാണ്. ഒരു പ്രസ്ഥാനത്തിന് വേണ്ടി മരിക്കാനും ജീവിക്കാനും അങ്ങോട്ട് പഠിപ്പിച്ച് വിടുകയാണ്. അത് സ്വതന്ത്ര ചിന്തയെ നശിപ്പിക്കും. ഭാവിയിലൊരു എൻ്റെ പാർട്ടി ഒരു തെറ്റ് ചെയ്ത് അതിനെ നീതീകരിക്കുന്ന ഒരു അടിമയായിട്ട് മാറാനായിട്ട് കൂലിപ്പട്ടാളം പോലെ കുറേ യുവജനങ്ങളെ മാറ്റിയെടുക്കുന്നുണ്ട്. അത് നമ്മുടെ യുവജനങ്ങൾക്ക് വിവരം ഉണ്ടാകുന്ന കാലത്ത് അതിൽ നിന്ന് നമുക്ക് പരിപൂർണ്ണ രക്ഷ ഉണ്ടാകും.
ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിലെ കിഴക്കമ്പലം ഭാഗത്തു നിന്നുള്ള ഒരു പൊതുപ്രവർത്തനം നമ്മളോടൊപ്പം ചേരുകയാണ്. തെരഞ്ഞെടുപ്പൊക്കെ അടുത്ത് വരികയാണ്. അതിൻ്റെ ചൂടിലേക്കാണ് തെരഞ്ഞെടുപ്പിൻ്റെ. ഈ ഒരു ചാലക്കുടി മണ്ഡലത്തിൽ കിഴക്കമ്പലം അതിൽപ്പെടുന്നതാണ്. ചാലക്കുടി മണ്ഡലത്തിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന സ്ഥാനാർത്ഥികൾ അല്ലെങ്കിൽ സ്ഥാനാർത്ഥി ആൾ ചെയ്യേണ്ട മെയിൻ ശ്രദ്ധ കൊടുക്കേണ്ട, ഇവിടെ നാടിൻ്റെ വികസനത്തിൽ ശ്രദ്ധ കൊടുക്കേണ്ട പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഏതാണ്? പ്രധാനപ്പെട്ട വിഷയങ്ങൾ, കിഴക്കമ്പലം പഞ്ചായത്തിന് വലിയൊരു പ്രത്യേകതയുണ്ട്. ഒന്നത് വികസന കുതിപ്പിലുള്ളൊരു പഞ്ചായത്താണ്. ഇവിടെ പ്രത്യേകിച്ചും 2020 അധികാരത്തിൽ വന്നതിന് ശേഷം ഈ പ്രദേശം വിദ്യാഭ്യാസ രംഗത്ത്, കാർഷിക രംഗത്ത്, ആരോഗ്യ രംഗത്ത് എല്ലാം ഒത്തിരിയേറെ പുതിയ പരിപാടികൾ ജനങ്ങൾക്ക് വേണ്ടി നടപ്പാക്കി. അതെല്ലാം രാഷ്ട്രീയക്കാരുടെ താല്പര്യം കൊണ്ട്, പ്രത്യേകിച്ച് പരമ്പരാഗത രാഷ്ട്രീയക്കാരായ കമ്മ്യൂണിസ്റ്റുകാരുടെയും കോൺഗ്രസ്സുകാരുടെയും താല്പര്യം കൊണ്ട് അവർക്ക് അതീതമായിട്ട് ആരും ഒന്നും ചെയ്യരുത് എന്നുള്ള അവരുടെ നിർബന്ധ ബുദ്ധിക്ക് അവയെല്ലാം നിർത്തിക്കുക അല്ലെങ്കിൽ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങളാണ് അവർ നടത്തുന്നത്. ആ ഒരു പ്രശ്നം കൊണ്ട് മാത്രം ഈ നാടിൻ്റെ വികസനത്തിൽ 100% കൈവരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇനി എന്തൊക്കെ മേഖലയിലാണ് പ്രതീക്ഷിക്കുന്നത് വികസനം? വികസനം പ്രതീക്ഷിക്കുന്നു എന്ന് പറയുന്നത് ഒന്ന് വിദ്യാഭ്യാസ രംഗത്ത് ഞങ്ങളുടെ ഗവൺമെൻറ് സ്കൂളുകളൊക്കെ മനോഹരമായ വലിയ സ്കൂളുകളാക്കിയിട്ടുണ്ട് എന്നുള്ളതല്ലാതെ ആ സ്കൂളുകളിൽ പ്രത്യേകിച്ച് നല്ല കോഴ്സുകളും സംവിധാനങ്ങളും ഒക്കെ ഏർപ്പെടുത്തണമെങ്കിൽ 2020 ഒരു പഞ്ചായത്ത് വിചാരിച്ചാൽ നടക്കില്ല. അത് നടക്കണമെന്നുണ്ടെങ്കിൽ മറ്റ് പ്രസ്ഥാനക്കാരൊക്കെ വരണം. ഇപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ആഗ്രഹിക്കുന്നത്, ഞങ്ങൾക്ക് ഇവിടെ നിയോജകമണ്ഡലത്തിലൊരു MLA ഒരു അബദ്ധം കൊണ്ട് അത് പോയതാണ് MLA. ഇനി ഞങ്ങളെ ജയിക്കുകയുള്ളൂ, വേറെ ആരും ജയിക്കില്ല MLA. അതുപോലെ തന്നെ ഒരു പാർലമെൻറ്റിലൊരു മെമ്പർ വന്നാൽ ഇവിടെയുള്ള മെമ്പർമാർ ചെയ്യുന്നത് 20 കോടിയോളം രൂപയിൽ നല്ലൊരു തുക അടിച്ചു മാറ്റിയിട്ട് ബാക്കിയുള്ളത് ഹൈമാക്സ് ലൈറ്റ് ഇടുന്ന മറ്റേ ഒരു പണി അവർക്കുള്ളൂ. ഞങ്ങൾ പഞ്ചായത്തിൽ കയറിയപ്പോൾ ഞങ്ങൾക്കൊരു കാര്യം മനസ്സിലായി. 5 ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റുള്ള റോഡ് ഞങ്ങൾ നേരെ ചെയ്തപ്പോൾ 2.5 ലക്ഷം രൂപയായുള്ളൂ. ബാക്കി പൈസ ഞങ്ങളവിടെ എടുത്തു വെച്ചു. അപ്പോൾ ഇങ്ങനെ പണം മുഴുവൻ ഉദ്യോഗസ്ഥർ, കോൺട്രാക്ടർമാർ, രാഷ്ട്രീയക്കാർ, പിന്നെ അതിൻ്റെ മെമ്പർമാർ, ഇവരെല്ലാമാണ് അതിൻ്റെ ഉപഭോക്താക്കൾ. അപ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു വികസനവും നടക്കില്ല. അത് വെറുതെ ഇങ്ങനെ വികസനം നടക്കുമെന്ന് പറഞ്ഞാൽ പോരെ, ഇച്ഛാശക്തിയുള്ള മാന്യന്മാരായ സത്യസന്ധരായ ആളുകൾ വേണം. അപ്പോൾ ഇതിപ്പോൾ ഈ എന്നാ പറയുന്നത്, ഈ കാട്ടുമൃഗങ്ങളെ കൊണ്ട് ശല്യം ഉണ്ടെങ്കിൽ ആ ശല്യം എങ്ങനെ പരിഹരിക്കാമെന്ന് ഇവർ പഠിക്കണം. അല്ലാതെ ശല്യം ഉണ്ടായ ആളുകൾ ചത്തു കഴിയുമ്പോഴത്തേക്കും അതിന് 10 ലക്ഷം രൂപ കൊടുത്തിട്ട് വല്ല കാര്യമുണ്ടോ? വെള്ളപ്പൊക്കം കൊണ്ട് ധാരാളം ആളുകൾ ബുദ്ധിമുട്ടുന്നു, അവരുടെ വീടുകളൊക്കെ പട്ടിണിയാവും. ഈ ചെല്ലാനും മുഴുവൻ അങ്ങനെയാണ്. അവർക്ക് ഒരു പരിഹാരം, ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കി കൊടുക്കാൻ ഇവർക്ക് എന്തുകൊണ്ട് പറ്റുന്നില്ല? ഞങ്ങൾക്ക് മനസ്സിലായ ഒരു സത്യം, 76 വർഷം ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഇതിനേക്കാൾ പകുതിയോളം കാലം മാത്രമായ രാജ്യങ്ങൾ പോലും വികസിത രാജ്യങ്ങളായി. അങ്ങനെ വികസിത രാജ്യങ്ങളായപ്പോൾ നമ്മുടെ രാജ്യം മാത്രം, ഈ ജനാധിപത്യ രാജ്യം ഇങ്ങനെ നശിച്ചു കിടക്കുന്നത് എന്തുകൊണ്ടാണ്? മുഴുവൻ കുംഭകോണമാണ്, മുഴുവൻ കൊള്ളയാണ്. ഏത് പാർട്ടിയും ഇപ്പം നിലനിൽക്കുന്ന മുഴുവൻ പാർട്ടികളുടെയും അവസ്ഥ ഈ കൊള്ള തന്നെയാണ് എന്ന് ചെറിയൊരു ഭരണത്തിൽ ഞങ്ങൾ ചെന്ന് തൊട്ടപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി. ഇപ്പോൾ ഈ വർഷം കിഴക്കമ്പലം പഞ്ചായത്തിന് ശേഷം പഞ്ചായത്ത് ഭരിക്കുന്ന ഐക്കർനാട് പഞ്ചായത്ത്, കുന്നത്തുനാട് പഞ്ചായത്ത്, മഴുവന്നൂർ പഞ്ചായത്ത്. ഐക്കർനാട് പഞ്ചായത്തിൽ ഈ 2.5 വർഷം കൊണ്ട് 3 കോടിയോളം രൂപ ബാലൻസ് വന്നു. ആ പൈസ ഇത്രയും കാലം ആര് കൊണ്ടുപോയി? ഇതാണ് നമ്മുടെ ചോദ്യം. ഇവിടെ നമ്മൾ ചാലക്കുടി മണ്ഡലമായിട്ട് ബന്ധപ്പെട്ടാണ് വരുന്നത്. അപ്പോൾ മറ്റ് വേറെ എന്തെങ്കിലും വിഷയങ്ങൾ ഇതായിട്ട് ബന്ധപ്പെട്ട് വരുന്നുണ്ടോ? നമ്മുടെ കിഴക്കമ്പലമായിട്ടുള്ള വിഷയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വ്യക്തികൾക്കുള്ള സ്വാതന്ത്ര്യം. ഇപ്പോൾ ഇന്നലെ നമ്മൾ കണ്ട ഒരു കാര്യം, ഞങ്ങളൊരു മീറ്റിംഗ് നടത്തുമ്പോൾ അതിലേക്ക് CPMൻ്റെ കുറച്ച് ആളുകൾ പുറമേ നിന്ന് ബൈക്കിൽ വന്ന് കയറുന്നു, മനസ്സിലായോ? അപ്പോൾ ഞങ്ങളുടെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ വ്യക്തി സ്വാതന്ത്ര്യം, ഞങ്ങൾക്ക് സ്വതന്ത്രമായി ചിന്തിക്കാനുള്ള അവകാശം, ഞങ്ങൾ ആത്മാർത്ഥമായി ഈ രംഗത്ത് വരുമ്പോൾ അത് തന്മയത്വത്തോടും ചെയ്യാനായിട്ടുള്ള ഞങ്ങളുടെ അവകാശം സംരക്ഷിക്കണം. വികസന രംഗത്ത് ഒത്തിരിയേറെ മോഡലുകൾ ഇവിടെ രൂപപ്പെട്ടിട്ടുള്ളതുകൊണ്ട്, ഇല്ലായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് അങ്ങനെ പറയാമായിരുന്നു, രൂപപ്പെട്ടിട്ടുള്ളത് കൊണ്ട് അവയെല്ലാം പൂർത്തീകരിക്കാനായിട്ടുള്ള അവസരം ഞങ്ങളുടെ ഈ രാഷ്ട്രീയക്കാർ, ഞങ്ങളുടെ MP MLA ഇവരൊക്കെ സമ്മതിക്കുകയായിരുന്നെങ്കിൽ ഇത് ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു സ്വർഗം പോലെ ആക്കിയെടുക്കാൻ പറ്റും. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. ഞാൻ 2020 പ്രവർത്തകനായതുകൊണ്ടൊന്നുമല്ല, ഈ നാട്ടിൽ ആർക്കും പട്ടിണിയില്ല.
ഈ നാട്ടിൽ ആർക്കും ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ട് പൈസയില്ല എന്ന് പറയുന്ന ദുഃഖമില്ല. നിങ്ങൾ ആരോടെങ്കിലും അന്വേഷിച്ചോളൂ, അങ്ങനെ ദുഃഖങ്ങളൊന്നും. ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി ശ്രീ ഉണ്ണികൃഷ്ണൻ സാർ നമ്മളോടൊപ്പം ചേരുകയാണ്. സാർ നമസ്കാരം. നമസ്കാരം. തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണത്തിന് അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. എങ്ങനെ പോകുന്നു? തെരഞ്ഞെടുപ്പ് പ്രചരണം വളരെ ഉഷാറായിട്ട് നടക്കുകയാണ്. എല്ലാ മേഖലയിലും വളരെ സ്വീകാര്യതയാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. നരേന്ദ്രമോദിക്ക് ഒരു വോട്ട് ചെയ്യാനായിട്ട് ജനങ്ങൾ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. ചാലക്കുടിയിലും അതിൻ്റെ മാറ്റങ്ങൾ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. സാറ് ചാലക്കുടിക്കാരനാണ്. കഴിഞ്ഞ വർഷവും ചാലക്കുടിയായിട്ട് പ്രതിനിധീകരിച്ച് മത്സരിച്ചിരുന്നു. ജനങ്ങളുടെ പ്രതികരണം എങ്ങനെയുണ്ട്? ജനങ്ങളുടെ മുന്നിലേക്ക് കഴിഞ്ഞ കാലഘട്ടങ്ങളെ പോലെയല്ല, വികസനത്തിനാണ് നമ്മൾ വോട്ട് ചോദിക്കുന്നത്. നരേന്ദ്രമോദിജി നടപ്പിലാക്കിയിട്ടുള്ള സാധാരണ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് നടപ്പിലാക്കിയിട്ടുള്ള ഒരു വികസനം അല്ലെങ്കിൽ അത് ഒരാൾക്കെങ്കിലും ലഭിക്കാത്തവർ നമ്മുടെ മണ്ഡലത്തിലില്ല എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ വലിയ മാറ്റങ്ങളുണ്ടാകും. വികസനത്തിനാണ് നമ്മൾ വോട്ട് ചോദിക്കുന്നത്, നരേന്ദ്രമോദിക്കാണ് നമ്മൾ വോട്ട് ചോദിക്കുന്നത്. ഈ ചാലക്കുടിക്കാരാണ് തന്നെ ചാലക്കുടി മണ്ഡലത്തിൻ്റെ ഇപ്പം നിലവിൽ വികസന സ്വപ്നങ്ങൾ എന്തൊക്കെ മേഖലയിലാണ് ചാലക്കുടിയിൽ ഡെവലപ്മെൻറ്റ് സാറ് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറയാം? ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിൽ ഒട്ടനവധി പ്രശ്നങ്ങളുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വേണമെങ്കിൽ നമുക്ക് മെട്രോ വേണമെങ്കിൽ നമുക്ക് നീട്ടിക്കൊണ്ടുവരാം, വേണമെങ്കിൽ എല്ലാം നീട്ടാം. അതുപോലെ തന്നെ നമ്മുടെ കൊരട്ടി പ്രസിഡന്റ് സ്ഥലങ്ങൾക്ക് അങ്ങനെ ഏക്കർ കണക്കിന് സ്ഥലം ചാലക്കുടിയിൽ തന്നെ ഒന്നും ചെയ്യാതെ കിടക്കുന്നുണ്ട്. അവിടെയൊക്കെ കേന്ദ്രത്തിൻ്റെ സഹായത്തോടു കൂടി ഒട്ടനവധി പ്രോജക്റ്റുകൾ കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിക്കും. ഞങ്ങൾ ഈ ഇലക്ഷൻ നിൽക്കുന്നതിന് മുമ്പ് തന്നെ അവിടെ ഒരു എയിംസ് അനുവദിക്കണമെന്ന് പറഞ്ഞിട്ട് കേന്ദ്ര ഗവൺമെൻറ് ഞങ്ങൾ കത്ത് കൊടുത്തിട്ടുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ട ആലോചനകളൊക്കെ നടക്കുന്നുമുണ്ട്. പക്ഷേ അത് NDA ജയിക്കുകൂടി ചെയ്താൽ അതിനൊക്കെ വലിയൊരു വേഗത കൂട്ടാനായിട്ട് നമുക്ക് സാധിക്കും. ജനങ്ങൾക്ക് ഉപകാരപ്രദമാവുന്ന അടയാളപ്പെടുന്ന വികസനങ്ങൾ ഈ കാലഘട്ടത്തിൽ ഒന്നും തന്നെ ഇടതുപക്ഷം വലതുപക്ഷം കൊണ്ടുവന്നിട്ടില്ല. അത് കൊണ്ടുവരാനായിട്ട് സാധിക്കും എന്നുറപ്പ് നമുക്കുണ്ട്. എല്ലാ മേഖലയിലും സമഗ്രമായ ഒരു വികസനം, അതാണ് നമ്മൾ സ്വപ്നം കാണുന്നത്. ഈ ചാലക്കുടി ലോക്സഭാ മണ്ഡലം ഈ പറഞ്ഞ പോലെ തീരദേശ മേഖല ഉൾപ്പെടുന്നുണ്ട്, കൊടുങ്ങല്ലൂർ, അതുപോലെ വനമേഖല ഉൾപ്പെടുന്നുണ്ട്, കർഷകർ ഒരുപാടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഈ വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട് നിരവധി പ്രശ്നങ്ങൾ ഈ ഒരു ലോക്സഭാ മണ്ഡലം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നിരവധി കർഷകരാണ് ഇപ്പോൾ നമ്മുടെ അതിരപ്പള്ളി ആ ഭാഗങ്ങളെല്ലാം വളരെ പ്രതിഷേധാർഹമായിട്ട് ഇപ്പോൾ നമ്മുടെ ഈ പ്രോഗ്രാമിൽ പോലും സ്ഥാനാർത്ഥികളോട് ചോദിക്കാനായിട്ട് പറയുന്നുണ്ട് പല കാര്യങ്ങൾ. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ എന്താണ് ഒരു ശാശ്വതമായ പരിഹാരം സാർ കാണുന്നത്? നമുക്ക് മനസ്സിലാക്കിയ ഒരു കാര്യം, ഈ വന്യമൃഗങ്ങളുടെ ഒരു പ്രശ്നം നമ്മുടെ സംസ്ഥാനത്ത് മാത്രമല്ല മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ഉണ്ട്. പക്ഷേ എന്തുകൊണ്ട് അവിടെയൊന്നും വന്യമൃഗങ്ങൾ പുറത്തിറങ്ങി വന്ന ആളുകളെ ആക്രമിക്കുന്നില്ല എന്നൊരു പഠനം നമുക്ക് ആവശ്യമാണ്. അപ്പോൾ വന്യമൃഗങ്ങൾ സ്വാഭാവികമായിട്ടും ചൂട് കൂടുമ്പോൾ പുറത്തേക്ക് ഇറങ്ങി വരുന്നു. അവർക്ക് കാട്ടിൽ കിട്ടേണ്ടതായ കാര്യങ്ങൾ കിട്ടാതെ വരുമ്പോഴാണ് അവർ നാട്ടിലേക്ക് ഇറങ്ങി വരുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് ആവശ്യമായ വിഭവങ്ങളെ വനത്തിനുള്ളിൽ തന്നെ നമുക്ക് ശരിയാക്കാനും അത് ഡെവലപ്പ് ചെയ്യാനുള്ള പദ്ധതികൾ കൊണ്ടുവന്നാൽ ഒരു പരിധിവരെയല്ല പൂർണ്ണമായും വന്യമൃഗശല്യം ഒഴിവാക്കാനായിട്ട് നമുക്ക് സാധിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഫെൻസിങ് മറ്റു കാര്യങ്ങളൊക്കെ സ്വാഭാവികമായിട്ട് നമ്മൾ നടപ്പിലാക്കണമെങ്കിൽ പോലും അതൊന്നും പ്രായോഗികമായി നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ വന്യമൃഗങ്ങൾക്ക് ആവശ്യമായ അവരുടെ ഫുഡ്, വെള്ളം, എല്ലാ കാര്യങ്ങളും വനത്തിനുള്ളിൽ തന്നെ കൊടുക്കാൻ കഴിയുന്ന രീതിയിലേക്കുള്ള ഒരു സംവിധാനം ഏർപ്പെടുത്തിയാലാണ് ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം കാണാൻ സാധിക്കും. ഇപ്പോൾ കഴിഞ്ഞ വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിൽ 2020 ഒരു സാന്നിധ്യമുണ്ട്. കഴിഞ്ഞ 3 വർഷം മറ്റ് BJP അല്ലെങ്കിൽ NDA, LDF, UDF ആയിരുന്നെങ്കിൽ ഇപ്പോൾ 2020 കൂടി വരുന്നുണ്ട്. ഇവരുടെ ഒരു സാന്നിധ്യം എങ്ങനെ കാണുന്നു? അല്ല, ആരും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇലക്ഷനാണ്, എല്ലാവരും മത്സരിക്കുന്നത് ജയിക്കാനാണ്. പക്ഷേ ഒരു ഇലക്ഷനിൽ ദേശീയ പാർട്ടികൾക്കുള്ളൊരു പ്രാധാന്യം എന്തായാലും പ്രാദേശികമായ, കാരണം നമുക്കറിയാം നരേന്ദ്രമോദി അധികാരത്തിൽ വരും, ഇവിടെ ഒരു സീറ്റുണ്ടോ 2 സീറ്റുണ്ടോ ഒന്നും ഒരാൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഇവിടെ ആരും ജയിക്കാനും പോകുന്നില്ല. കാരണം പ്രാദേശിക പാർട്ടികളും ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പും നിയമസഭ തെരഞ്ഞെടുപ്പും ലോക്സഭ തെരഞ്ഞെടുപ്പും അത് മാറ്റങ്ങളുണ്ട്. ജനം അത് മാറി ചിന്തിച്ച് തന്നെ വോട്ട് ചെയ്യുള്ളൂ. ലോക്സഭയിൽ പോയാൽ ഈ നാടിന് ഗുണമുള്ള ആരാണ്, അവർക്ക് തന്നെ വോട്ട് ചെയ്യുള്ളൂ. അപ്പോൾ എല്ലാവരും പ്രധാനപ്പെട്ട ആളുകൾ തന്നെ, നമ്മളാരും ചെറുതായി കാണാൻ പാടില്ല. പക്ഷേ ഇങ്ങനൊരു കാര്യം നിലവിലുണ്ട്. അപ്പോൾ ഉറപ്പായിട്ടും 2020 ഇവിടെ മത്സരിക്കുമ്പോൾ അത് ജനങ്ങളുടെ ഇടയിൽ എത്രത്തോളം ഏറ്റെടുത്തിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. കാരണം നേരത്തെ പറഞ്ഞ പോലെ
പ്രാദേശികമായ കക്ഷികൾക്ക് ലോക്സഭയിൽ യാതൊരുവിധമായ കാര്യങ്ങൾ ചെയ്യാനില്ല എന്നവർക്കറിയാം. ഇന്ത്യയുടെ ഒരു വാദയം നിർണ്ണയിക്കുന്നതിൽ ദേശീയ ജനാധിപത്യ സഖ്യം നടത്തുന്ന ഒരു തേരോട്ടത്തിൽ നരേന്ദ്രമോദി വലിയ ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വരും. അതിനൊരു അല കേരളത്തിലുണ്ടാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. തിരഞ്ഞെടുപ്പിലെ ക്രൈസ്തവ ശബ്ദം ചാലക്കുടി മണ്ഡലത്തിലൂടെ പര്യടനം നടത്തുമ്പോൾ ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് കോട്ടപ്പുറം രൂപത ആസ്ഥാനത്താണ്. കോട്ടപ്പുറം രൂപതയെക്കുറിച്ച് പറയുമ്പോൾ ചാലക്കുടി മണ്ഡലത്തിലും തൃശ്ശൂർ മണ്ഡലത്തിലും എറണാകുളം ലോക്സഭാ മണ്ഡലം കൂടി ഉൾപ്പെടെ കിടക്കുന്ന ഒരു രൂപതയാണ് കോട്ടപ്പുറം രൂപത. കോട്ടപ്പുറം രൂപതയുടെ അധ്യക്ഷൻ അംബ്രോസ് പിതാവ് നമ്മളോടൊപ്പം ഇപ്പോൾ ചേരുകയാണ്. പിതാവേ നമസ്കാരം. ഇലക്ഷനൊക്കെ അടുത്തിരിക്കുകയാണ്. അതിൻ്റെ വളരെ ക്ലോസ് ഡേറ്റിലേക്ക് നമ്മൾ കടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു വലിയ ലത്തീൻ രൂപത വലിയൊരു ലത്തീൻ രൂപതയാണ് കോട്ടപ്പുറം രൂപത. 3 മണ്ഡലങ്ങളായി പടർന്നു കിടക്കുന്നു. മലയോര മേഖലയുണ്ട്, തീരദേശ മേഖലയുണ്ട്, എല്ലാം കൂടി ഉൾപ്പെടുന്ന രൂപതയാണ്. ഈ ഒരു തെരഞ്ഞെടുപ്പ് നമ്മൾ നോക്കിക്കാണുമ്പോൾ എന്താണ് പ്രത്യേകിച്ച് ലത്തീൻ കത്തോലിക്കർ അല്ലെങ്കിൽ രൂപതയിൽ നിന്ന് നമ്മൾ നേരിടുന്ന പ്രധാന വെല്ലുവിളികൾ എന്തൊക്കെയാണ്? കോട്ടപ്പുറം രൂപതയെക്കുറിച്ച് പറയുമ്പോൾ ഏകദേശം 1,00,000-ഓളം ജനങ്ങളുള്ള ഒരു രൂപതയാണ്. എന്ന് മാത്രമല്ല 52ഓളം ഇടവകകൾ, അത് എറണാകുളം, തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം ഇങ്ങനെ കിടക്കുകയാണ്. പക്ഷെ നമ്മളുടെ ലോക്സഭയിൽ നമുക്കിപ്പോൾ മണ്ഡലങ്ങൾ പറയുകയാണെങ്കിൽ എറണാകുളവും തൃശ്ശൂരും ചാലക്കുടിയാണ് സാധാരണ വരിക. നമ്മൾ ആദ്യമായിട്ട് ചിന്തിക്കുമ്പോൾ നമ്മളെല്ലാവരും ഭാരതീയരാണെന്നുള്ളൊരു ബോധ്യം, അതാണ് ഞാൻ ആദ്യം തന്നെ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കോൺസ്റ്റിറ്റ്യൂഷണൽ വാല്യൂസ് നമുക്കറിയാം. സോവറിനിറ്റി, സോഷ്യലിസം, സെക്കുലറിസം, ഡെമോക്രാറ്റിക് വാല്യൂസ്, ഇതൊക്കെ മുറുകെ പിടിക്കുന്ന ഒരു പാർട്ടി. കാരണം ഭരണഘടന വിഭാവനം ചെയ്യണ എല്ലാ സങ്കല്പങ്ങളും നിവർത്തിതമാക്കുന്ന ഏത് പാർട്ടിയാണോ ആ പാർട്ടിയാണ് വരേണ്ടത്. പിന്നെ നമുക്കറിയാം ഒരു റിപ്പബ്ലിക്കൻ ഭരണകൂടമാണ് നമ്മളുള്ളത്. അപ്പോൾ അവിടെ നമുക്കുണ്ടാകേണ്ടിയിരിക്കേണ്ടത് ലിബർട്ടി, ഫ്രറ്റേണിറ്റി, ഈക്വാലിറ്റി, റിലീജിയസ് ഫ്രീഡം, അതുപോലെ തന്നെ ഹ്യൂമൻ ഡിഗ്നിറ്റി, പിന്നെ രാജ്യത്തിൻ്റെ അഖണ്ഡത നശിപ്പിച്ച് കളയാത്ത വിധത്തിലുള്ള, ഇതൊക്കെ നമ്മുടെ ഒരു റിപ്പബ്ലിക് ഭരണഘടന അല്ലെങ്കിൽ റിപ്പബ്ലിക്കായിട്ടുള്ള രാജ്യത്തിന് ആവശ്യമാണ്. അപ്പം ഈ മൂല്യങ്ങൾക്കൊക്കെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു പാർട്ടി വരണം. ഈ ക്രൈസ്തവരെ സംബന്ധിച്ച്, ഒരു കത്തോലിക്ക അല്ലെങ്കിൽ ക്രൈസ്തവരെ സംബന്ധിച്ച് വെളിപാടിൻ്റെ പുസ്തകം 21-ാം അധ്യായത്തിൽ പറയുന്നത് തന്നെയാണ്, എല്ലാവർക്കും സമത്വസുന്ദരമായ ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു എന്ന് പറയുമ്പോൾ അവിടെ എല്ലാ മനുഷ്യരും ഒരുപോലെ ജീവിക്കുന്ന ഒരു സ്ഥലമാണ്. ഇപ്പം ഏഷ്യൻ കൾച്ചർ, ഇന്ത്യൻ കൾച്ചർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പ്ലൂരി കൾച്ചറൽ, പ്ലൂരി ലിംഗ്വിസ്റ്റിക്, പ്ലൂരി റിലീജിയസ്. അപ്പം ഈ മൊസൈക്ക് ഇതൊക്കെ ഒരുമിച്ച് തന്നെ നിലനിർത്താനായിട്ട് നമുക്ക് സാധിക്കണം. അപ്പോൾ അതിന് എല്ലാവരും, അത് ക്രൈസ്തവരെന്നോ കത്തോലിക്കരെന്നോ അല്ലെങ്കിൽ മറ്റു മതവിഭാഗങ്ങളെന്നൊന്നും ചിന്തിക്കാതെ എല്ലാവരും ഭാരതീയരാണെന്നുള്ള വിധത്തിൽ തന്നെ ചിന്തിക്കുമ്പോൾ തന്നെ എല്ലായ്പ്പോഴും അതിനാണ് നമുക്ക് പ്രൈമറി എഡ്യൂക്കേഷൻ പറ്റുക ആവശ്യം വരിക. അപ്പോൾ നല്ലൊരു എഡ്യൂക്കേഷനിലൂടെ മാത്രമാണ് ശരിക്കും നമുക്ക് യഥാർത്ഥത്തിൽ ഓരോരു ഡെമോക്രാറ്റിക് വാല്യൂസ് കീപ്പ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. പിന്നെ കേരളത്തെ സംബന്ധിച്ച് നമ്മൾ പറയുമ്പോൾ ചില മാറ്റങ്ങൾ നമുക്ക് ആവശ്യമാണ്. പിന്നെ ലത്തീൻ കത്തോലിക്കരെ സംബന്ധിച്ച് പറയുമ്പോൾ ചില ആകുലതകളുണ്ട്. പ്രത്യേകിച്ച് പറയുമ്പോഴേക്കും നമുക്ക് ജാതി സെൻസസ് അത് നടത്തുന്നതിനെക്കുറിച്ച് KRLCC പലപ്പോഴും പറഞ്ഞിട്ടുള്ള, ലത്തീൻ കമ്മ്യൂണിറ്റി പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. പിന്നെ സാമുദായിക പ്രാതിനിധ്യം, പലപ്പോഴും ലത്തീൻ കത്തോലിക്കർക്ക് അർഹമായ പ്രാതിനിധ്യം കിട്ടിയിട്ടില്ല. അത് സംസ്ഥാന തലത്തിലും അതുപോലെ തന്നെ കേന്ദ്ര തലത്തിലും അതൊക്കെ നടപ്പാക്കാനായുള്ള കാര്യങ്ങൾ അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കണം എന്നുള്ളതാണ്. അപ്പോൾ അതിന് ഏത് പാർട്ടികളൊക്കെ സഹായിക്കുന്നു ആ പാർട്ടികളോടൊക്കെ ചേർന്ന് നിൽക്കണം എന്നുള്ള വിധത്തിലാണ്. ഇപ്പോൾ കോട്ടപ്പുറം രൂപതയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്കറിയാം, അതിരപ്പള്ളി കാടുള്ള പ്രദേശം, അവിടെ നിന്ന് പിന്നെ
ചാലക്കുടി വരുന്നതിന് മുമ്പ് കുറ്റിക്കാട് ഭാഗം അവിടെ പുഴ ഒഴുകുന്നുണ്ട്. പക്ഷെ അവിടെയൊക്കെ ഇപ്പം വനനശീകരണം നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ വന്യമൃഗങ്ങളുടെ സംരക്ഷണം ഇതൊക്കെ നടപ്പാക്കേണ്ടതുണ്ട്. അതുകൂടാതെ തന്നെ കപ്പത്തോട് എന്ന് പറഞ്ഞൊരു അവിടെ നദി അല്ലെങ്കിൽ പുഴ സംരക്ഷണം, നദീതടം സംരക്ഷണം ശരിക്കും മുൻപ് ചില പ്രധാനമന്ത്രിമാരെങ്കിലും ഒരു നദീതട സംരക്ഷണ എല്ലാ നദികളും കൂടിയൊക്കെ ഒരുമിപ്പിക്കാനുള്ളൊരു പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഈ നദീതട സംരക്ഷണം ആവശ്യമാണ്. പിന്നെ ചാലക്കുടിയിലേക്ക് വരുമ്പോഴേക്കും ചാലക്കുടിയിലെ വലിയ ഹൈവേ എത്ര വർഷങ്ങളായി ഇതുവരെയായിട്ടും ഹൈവേയുടെ പൂർത്തീകരണം നടന്നിട്ടില്ല. ഇതുപോലെ ഇങ്ങോട്ട് തിരിഞ്ഞു വരുമ്പോഴേക്കും കൊടുങ്ങല്ലൂർ ഭാഗത്തേക്ക് വരുമ്പോഴേക്കും ചാവക്കാട് മുതൽ കടൽ ജനങ്ങൾ എപ്പോഴും സങ്കടത്തിലാണ്. എപ്പോഴാണ് കടൽ കയറാന്ന് അറിഞ്ഞുകൂടാ. തിരിച്ച് അഴീക്കോട്, മുനമ്പം, ചെറായി ഇങ്ങോട്ട് വരുമ്പോഴും ഈ കടലോര പ്രദേശത്തുള്ള ആളുകളുടെ പല അധികം ഉള്ള ആകുലതകളുണ്ട്. ഈ ആകുലതകളിൽ ഇപ്പം കഴിഞ്ഞ ദിവസം വഖഫായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ, ഫറൂഖ് കോളേജായിട്ട് ബന്ധപ്പെട്ട 650ഓളം കുടുംബങ്ങൾ അവർ 150 വർഷം മുമ്പ് വന്ന് താമസിച്ചവരാണ്. അപ്പോൾ അവരൊക്കെ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളുണ്ട്. അപ്പം സാധാരണക്കാരായ ആളുകളുടെ പ്രശ്നങ്ങളെ കണ്ട് അവർക്കൊക്കെ ക്ഷേമം നൽകുന്ന ഒരു ഗവൺമെൻറ്റാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ ഹൈവേ പണിയുമ്പോൾ ഹൈവേ ഒന്നും വേണ്ടാന്നുള്ള വിധത്തിലല്ല. ഹൈവേ ഒക്കെ ഒരു രാജ്യത്തിൻ്റെ വളർച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല നാഷണലൈസ്ഡ് ആയിട്ടുള്ള നല്ല റോഡുകളുണ്ടാവും എന്നുള്ളത്. പക്ഷേ അതോടൊപ്പം തന്നെ ഒരു മനുഷ്യനും കുടിയിറക്കപ്പെടുകയോ അവർ പുറത്ത് പോകുന്ന രീതിയിലേക്ക് വരാൻ പാടില്ല. ഇപ്പോൾ മൂലംപള്ളിയിൽ അന്ന് ഇപ്പോഴും അവിടെ ആളുകൾ സംരക്ഷിക്കപ്പെട്ടിരുന്നില്ല. വിഴിഞ്ഞം കടപ്പുറത്ത് വിഴിഞ്ഞത്തുണ്ടായ പ്രശ്നങ്ങൾ ഇപ്പോഴും കേസ് മാറിയോ ചോദിച്ചു കഴിഞ്ഞാൽ മാറി എന്ന് പറയുന്നു. പക്ഷേ ഇപ്പോഴും ക്ലാരിറ്റി വന്നിട്ടില്ല. എത്രയോ പേര് വൈദികരും ബിഷപ്പുമാരടക്കം അവർക്കെതിരെയൊക്കെ നിഗൂഢമായ കേസുകളൊക്കെ ഉണ്ടാക്കിയെന്ന് പറയുമ്പോൾ തന്നെ സാധാരണക്കാരോട് പക്ഷം ചേരുന്നവരെയൊക്കെ അടിച്ചു മാറ്റുന്ന രീതിയിൽ അത് ആര് വന്നു കഴിഞ്ഞാലും അത് അനീതിയാണ്. അപ്പം അതുകൊണ്ട് തന്നെ എവിടെയാണോ ജനങ്ങൾക്ക് വേണ്ടി നീതിയും സമാധാനവും സന്തോഷവും ഒക്കെ ഉണ്ടാക്കുന്ന ഒരു ഗവൺമെൻറ്, അത് കേരളത്തിലായാലും ഇന്ത്യയിലൊട്ടുക്കായാലും ഇങ്ങനെ സമാധാനം സ്ഥാപിക്കുന്ന ഒരു ഗവൺമെൻറ് വരണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതിനോട് പക്ഷം ചേരണം. അപ്പോൾ അതിന് എല്ലാ ജനങ്ങൾക്കും ഇപ്പോൾ എനിക്ക് തോന്നുന്നു കേരളത്തിലെ ജനങ്ങൾ സാക്ഷരത ജനതയാണ്. സാക്ഷരത എന്ന് പറഞ്ഞാൽ എഴുത്തും വായനയല്ല ഉദ്ദേശിക്കുന്നത്, രാഷ്ട്രീയ സാക്ഷരത ഉള്ളവരാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ സൗത്ത് ഇന്ത്യയിലെ ജനങ്ങൾ അവർ സാക്ഷരത ഉള്ളവരാണ്. അപ്പോൾ അവർ തീരുമാനിക്കും, യഥാർത്ഥത്തിൽ ശരിയായ തീരുമാനം എടുക്കാനായിട്ട് അവർക്ക് സാധിക്കട്ടെ എന്നാണ് ആശംസിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ലത്തീൻ കത്തോലിക്കർ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമുണ്ട്. KLC അത് അഡ്രസ്സ് ചെയ്തുള്ള കാര്യങ്ങളാണ്. ഒന്ന്, നമ്മുടെ ഒരു സമുദായ സർട്ടിഫിക്കറ്റ് ലഭിക്കാനുള്ള ഒരു ബുദ്ധിമുട്ട്. ഇന്ന് ഏതെങ്കിലും ഒരു കാരണവശാൽ അത് തരാതിരിക്കാനാണ് പലപ്പോഴും പല വില്ലേജ് ഓഫീസുകളിലും എല്ലാം നടക്കുന്നത്, എന്തെങ്കിലും ഒരു ചെറിയൊരു കാരണം കൂട്ടിയിട്ട്. അതോടൊപ്പം തന്നെ ജസ്റ്റിസ് JB കോശി കമ്മീഷൻ, അത് സർക്കാരിൻ്റെ പല ഇതിലാണ് ഓഫീസുകളിലാണെന്ന് പറയുന്നത് മാത്രമേ ഉള്ളൂ, പക്ഷേ ഇതുവരെ നടപ്പാക്കുന്നില്ല. ഒരുപക്ഷെ നമ്മുടെ ലത്തീൻ സമുദായം ഒരു പിന്നോക്ക OBC പ്പെട്ട സമുദായമാണ്. നമുക്ക് കിട്ടേണ്ട പല ആനുകൂല്യങ്ങളും അതിൽ നിന്ന് ഇല്ലാതായിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു വിഷയം നമ്മളിപ്പോൾ അത് ഉയർത്തുന്നുണ്ട്. മിക്കവാറും ഈ പ്രശ്നങ്ങളൊക്കെ സംസ്ഥാന തലത്തിൽ പരിഹരിക്കേണ്ടതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഈ ഒരു തിരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് അതിനെ പ്രസക്തമാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എങ്ങനെയായാലും JB കോശി കമ്മീഷൻ്റെ അവൻ്റെ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കണം. പിന്നെ ആംഗ്ലോ ഇന്ത്യൻസും ലത്തീനും അവരൊക്കെ അർഹമായ അവർക്ക് പ്രാതിനിധ്യം കൊടുക്കുക, അവർക്കുള്ള അവരുടേതായ പ്രത്യേകിച്ച് ഇവരെ ആംഗ്ലോ ഇന്ത്യൻസിനെ ലത്തീൻസിനോട് ചേർത്ത് തന്നെ അവർക്ക് സംവരണം കൊടുക്കുക എന്നുള്ളത്. പിന്നെ ദളിത് ക്രൈസ്തവരെ അവരെ പട്ടികജാതി ആ പദവി നൽകുന്നതും നമ്മൾ അവർക്കുണ്ടായിരുന്ന ആനുകൂല്യങ്ങളൊന്നും കളയാതെ ഒരു മതത്തിൻ്റെ ഭാഗമായി എന്നുള്ള നിലയിൽ അവരെ പുറത്താക്കുന്ന രീതിയിലേക്ക് നമ്മൾ ബേസിക്കായിട്ട് നമ്മൾ നോക്കേണ്ടത് ആരെയും പുറത്താക്കാൻ വേണ്ടിയല്ല, എല്ലാവരെയും എങ്ങനെ ചേർത്ത് പിടിക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ പെൻഷന് വേണ്ടി കഷ്ടപ്പെടുന്ന ആളുകളുണ്ട്. പാവപ്പെട്ടവർക്ക് പെൻഷൻ കിട്ടാവുന്ന രീതിയിൽ ഇപ്പം ക്ഷേമരാഷ്ട്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കെല്ലാവർക്കും എല്ലാ മനുഷ്യർക്കും പെൻഷൻ കിട്ടുന്ന രീതിയിലേക്ക് അത്രയ്ക്ക് വളരാനായിട്ടും ഇപ്പോൾ നമ്മളിപ്പോൾ ഇന്ത്യ സൂപ്പർ പവറായിട്ടൊക്കെ വളരുന്നു എന്ന് പറയുന്നു. അപ്പോൾ സൂപ്പർ പവറായിട്ട് വളരുകയാണെങ്കിൽ എല്ലാവർക്കും പെൻഷൻ കിട്ടുന്ന രീതിയിൽ, എല്ലാവർക്കും ഇൻഷുറൻസ് ഉള്ള രീതിയിൽ, എല്ലാവർക്കും വിദ്യാർത്ഥികൾക്കൊക്കെ ഫ്രീ ആയിട്ട് ബസ്സൊക്കെ പോകുന്ന രീതിയിൽ അങ്ങനെയൊക്കെ വളരാനായിട്ട്
നമുക്ക് നമ്മുടെ ഗവൺമെൻറ്റൊക്കെ ശക്തമാണ്. അപ്പം ഇപ്പോഴും 80% സമ്പത്ത് 20% പേരുടെ കയ്യിൽ എന്നുള്ള ആ ഒരു പ്രസ്ഥാനത്തിൽ നിന്ന് മാറിക്കഴിഞ്ഞിട്ട് നമുക്ക് ഒരു ഇക്വാലിറ്റി വന്നു കഴിയുമ്പോഴേക്കും എല്ലാ മനുഷ്യർക്കും ജോലിയെടുക്കാനും ജോലിയെടുക്കുമ്പോൾ അവർക്ക് വേതനം കിട്ടാനും ആ രീതിയിൽ ഉയർന്നു വരാനായിട്ട് നമുക്ക് സാധിക്കണം. അപ്പോൾ അത് അടിസ്ഥാനപരമായിട്ട് നമ്മളുടെ ലോക്കലിൽ നിന്ന്, പഞ്ചായത്തിൽ നിന്നും, നമ്മുടെ സംസ്ഥാനത്തു നിന്നും നമ്മുടെ സെൻട്രലിലേക്കൊക്കെ കടന്നു വരാനായിട്ട് സാധിക്കണം.